Good evening. Good evening. കേൾക്കാമോ? സോ നമ്മുടെ റിവിഷൻ സെഷനിൽ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് റിവിഷൻ സെഷൻ്റെ മാത്സിൻ്റെ റിവിഷൻ സെഷനിൽ ഫസ്റ്റ് ഡേ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൂടെ നമുക്ക് 20 മാർക്സ്. സോ ഒരു 5 മാർക്സ് മുതൽ 10 മാർക്സ് വരെ ഈ ഒരു ചാപ്റ്ററിൽ പക്കാ തിയറി ചാപ്റ്റർ, ബട്ട് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. സോ അതുകൊണ്ട് ആ ഒരു തിയറി, സോ നമ്മുടെ കോൺസെപ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. പ്ലസ് നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ടൈം ലിമിറ്റിൽ വളരെ സിമ്പിളായിട്ട് 5 മാർക്സ് ടു 10 മാർക്സ് വരെ സ്കോർ ചെയ്യാനായിട്ട് അവറേജ് 5 മാർക്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ഇതിനകത്തുണ്ടോ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? കളക്ഷൻ ഓഫ് ഡേറ്റ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ അതാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. Statistics is applied in various domains in the present world. So that means it is an inevitable tool for study, research and development in various fields of management, commerce, economics, social science, mathematics and so on. But also in our life like public service, defense, banking, insurance sector, etc. Okay, so that means ഗവൺമെൻറ് നമ്മൾ ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് എക്കണോമിക് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് സോഷ്യൽ പ്ലാനിന് വേണ്ടിയാണ് ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ടൂൾ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് വേരിയസ് ഫീൽഡ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ജനറലി നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാവുന്ന ഒരു ഡെഫിനിഷൻ. സോ ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന എക്കണോമിക് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് സോഷ്യൽ പ്ലാൻസ്, ദെൻ ബിസിനസ് ആണെങ്കിൽ പ്ലാൻ ആൻഡ് എക്സ്പാൻഡ് ദെയർ ഹൊറിസോൺസ് ഓഫ് ബിസിനസ് ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ് ഓഫ് ദെയർ ഫീഡ്ബാക്ക് ഡേറ്റ. ദെൻ സോ ഗവൺമെൻറ് പറഞ്ഞു, ബിസിനസ് പറഞ്ഞു, ദെൻ പൊളിറ്റിക്സിലെ ഇംപ്രസ് ദ ജനറൽ പബ്ലിക് ബൈ പ്രസൻറ്റിംഗ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ദെയർ പെർഫോമൻസ് ആൻഡ് അക്കോംപ്ലിഷ്മെൻറ്റ്സ്. ഓക്കെ, സോ പൊളിറ്റിക്സിൽ സോ അവരുടെ അക്കോംപ്ലിഷ്മെൻറ്റ് അത് എന്താണ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾ യൂസ് ചെയ്യാറുണ്ട്. റിസർച്ച് ആൻഡ് സ്കോളേഴ്സ് ടു പ്രസൻറ്റ് ദെയർ റിസർച്ച് പേപ്പേഴ്സ് ഇൻ ആൻ അതോറിറ്റേറ്റീവ് മാനർ. സോ റിസർച്ച്, അവരുടെ റിസർച്ച്, സോ അവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഒരു അതോറിറ്റേറ്റീവ് മാനറിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യും? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടൂൾ യൂസ് ചെയ്യും. ഓക്കെ, സോ അതാണ് ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന it is assumed that the word statistics has origin from, so Latin word status, Italian word statistica, German statistic, French word statistic. Okay, so ഇത് നമുക്ക് ഡയറക്റ്റ് ഒരു തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓരോ ലാറ്റിൻ വേർഡ് ഇത് ലാറ്റിൻ വേർഡ്, ഇറ്റാലിയൻ വേർഡ്, ജർമ്മൻ വേർഡ് ആൻഡ് ഫ്രഞ്ച് വേർഡ്, ഈ ഒരു വേർഡ്സിൽ നിന്നാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത്. Then next one, definition of statistics. Definition. So statistics may be defined in a singular sense and plural sense. So നമുക്ക് രണ്ട് രീതിയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലുമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. So when statistics when used as a singular noun is the scientific method that is employed for collecting, analyzing, presenting data, leading finally to drawing statistical inferences about some important characteristics. So എന്തിനു വേണ്ടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സിംഗുലർ
സെൻസിൽ. സിംഗുലർ നോണിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് സയൻറ്റിഫിക് മെത്തേഡ്. സോ എന്താണ് മെത്തേഡ്? ദാറ്റ് ഈസ് എംപ്ലോയ്ഡ് ഫോർ കളക്ടിങ്, then analyzing, presenting data, leading finally to draw statistical inference about some important characteristic. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിനെ കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സയൻറ്റിഫിക് മെത്തേഡാണ്. ദാറ്റ് ഈസ് ടു കളക്ടിങ്, അനലൈസിങ് ആൻഡ് പ്രസൻറ്റിങ് ഡേറ്റ. കളക്ടിങ്, അനലൈസിങ് ആൻഡ് പ്രസൻറ്റിങ് ഡേറ്റ. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്സ് വെൻ യൂസ്ഡ് ആസ് എ പ്ലൂറൽ നോൺ, പ്ലൂറലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ റെഫേഴ്സ് ടു ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ്, qualitative as well as quantitative, that are collected for statistical analysis. Okay, so singular sense statistics means scientific method. Scientific method in plural sense pakka data, qualitative agam, quantitative data agam, that are collected for statistical analysis. Clear? Okay, no? Then, so സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഇൻഡെപ്തിലേക്ക് ഓരോ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ്, കോമൺലി യൂസ്ഡ് ചെയ്യുന്ന വേർഡ്സ്, ഫ്യൂ ടെർമിനോളജീസ് അല്ലെങ്കിൽ വേർഡ്സ്. ഫസ്റ്റ് വൺ, ഡേറ്റ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്സർവേഷൻസ്. It is a collection of observations expressed in numerical figures obtained by measuring or counting. Okay, so that means first data. So collection of observations is called a data. Then population. It is used to denote the totality of the set of object under consideration. Okay, probability-ലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മളിനി വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബബിലിറ്റിയിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്താണ് പോപ്പുലേഷൻ, ദെൻ സാമ്പിൾ, ഇതെല്ലാം. സോ പോപ്പുലേഷൻ മീൻസ് എന്താണ്? ടോട്ടാലിറ്റി ഓഫ് സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് അണ്ടർ കൺസിഡറേഷൻ. സോ കൺസിഡറേഷനിൽ വരുന്ന ഒബ്ജക്ട്സിനെ, ടോട്ടൽ ഒബ്ജക്ട്സിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു പോപ്പുലേഷൻ. സോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡേറ്റ ഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടോട്ടൽ ഒബ്ജക്ട്സ് അണ്ടർ കൺസിഡറേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു പോപ്പുലേഷൻ. ദെൻ ഫസ്റ്റ് ഡേറ്റ, ദെൻ പോപ്പുലേഷൻ, ദെൻ നെക്സ്റ്റ് വൺ സാമ്പിൾ. Sample is a selected number of individuals of each of which is a member of population. So populationൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ഇൻഡിവിജ്വൽ കളക്ഷൻ, ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പിൾ. ദാറ്റ് മീൻസ് നമ്മളൊരു 1 lakh ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്നൊരു 10,000 ഒബ്ജക്ട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ പറയുന്ന സ്റ്റഡി നടത്തുന്നതെങ്കിൽ ആ ഒരു 10,000 യൂണിറ്റ്സ് സെലക്ട് ചെയ്യുന്ന ആ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്ത മെമ്പറിനെ എന്നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പിൾ. സോ ഈ സാമ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പോപ്പുലേഷനിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ആ ഡേറ്റ വന്നിരിക്കുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനകത്തൊരു എന്താണ് ആ ഒരു സാമ്പിളിലുള്ള അതിൻ്റെ ക്വാളിറ്റി, ചിലപ്പോൾ ക്വാളിറ്റി ആകാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എന്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും? പോപ്പുലേഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്. എ ക്വാളിറ്റി പൊസസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ, object or item of a population is called a characteristic. That means നമ്മൾ സെലക്ട് ചെയ്യുന്ന, നമ്മൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയെ ആണ് ക്വാളിറ്റി പൊസസ്ഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ദാറ്റ് ഐറ്റം ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് ദ ക്യാരക്ടറിസ്റ്റിക്. ദെൻ നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ്, വേരിയബിൾ ആൻഡ് ആട്രിബ്യൂട്ട്. ദ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് വിച്ച് ആർ എക്സ്പ്രസ്ഡ് numerically and measurable characteristic which are expressed numerically in terms of some units are called variables. Age, income, etc. ഇതെല്ലാം എന്താണ്? ഒരു വേരിയബിൾ ആണ്. So that means measurable characteristic which are expressed numerically. Measurable characteristic which are expressed numerically are called variables. Then
Non-measurable characteristic is a qualitative characteristic which is called the attributes. So ശ്രദ്ധിക്കുക, n number of times ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്. സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട്. സോ മെറ്റൽ സ്റ്റാറ്റസ്, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എക്സെട്ര, ഇതെല്ലാം എന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ്. അതെന്താണ്? ഒരു മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് അല്ല, നോൺ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട്. സോ മെഷറബിൾ ക്യാരക്ടർ, സോ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മെഷറബിൾ ക്യാരക്ടറിസ്റ്റിനെ നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കും. സോ നോൺ മെഷറബിൾ ക്യാരക്ടേഴ്സ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ആട്രിബ്യൂട്ട്സ്. സോ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ദെൻ നെക്സ്റ്റ് വൺ, a variable which can assume for its value any real quantity within a specified interval is a continuous variable. So that means a variable which can assume for its value any real quantity within a specified interval is a continuous variable. ഒരു സ്പെസിഫൈഡ് ഇൻ്റർവെലിനുള്ളിൽ ഒരു റിയൽ വാല്യൂ ആണ് അതിനകത്ത് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വിളിക്കാം. സോ വെയിറ്റ്, ഹൈറ്റ് എക്സെട്ര ഇതെല്ലാം. സോ ദാറ്റ് മീൻസ് ഇത്ര ഉണ്ട്, ഈ റേഞ്ചിലാണ് അയാളുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾ. ദെൻ വേരിയബിൾ വിച്ച് ക്യാൻ അസ്യൂം ഓൺലി ഹോൾ നമ്പേഴ്സ് ആർ ഡിസ്ക്രീറ്റ് വേരിയബിൾ. എക്സാമ്പിൾ, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി ഈസ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ക്ലിയർ ഉണ്ടോ? സോ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെഫിനിഷൻ പറഞ്ഞു. സിംഗുലർ സെൻസിൽ, പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഏതൊക്കെ ഭാഷയിൽ നിന്ന് ഏതൊക്കെ വേർഡിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതെല്ലാം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ്സ്. ഉണ്ടോ? ഇൻഡിവിജ്വൽ ഐറ്റംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഉണ്ടോ നമ്മളൊരു സാമ്പിൾ പോപ്പുലേഷൻ ഒരു സാമ്പിൾ ഡ്രോ ചെയ്തിട്ട് സോ അതിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഡ്രോ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അഗ്രിഗേറ്റ്സിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് കൺസേൺഡ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. സോ യൂഷ്വലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ടൂൾ ഓൾസോ യൂസ് ചെയ്യും, ബട്ട് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലാണ്. ഫ്യൂച്ചർ പ്രൊജക്ഷൻ ഓഫ് സെയിൽസ്, പ്രൊഡക്ഷൻ, പ്രൈസ്, ക്വാണ്ടിറ്റി എക്സെട്ര ആർ പോസിബിൾ അണ്ടർ സ്പെസിഫിക് സെറ്റ് ഓഫ് കണ്ടീഷൻസ്. സോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായത് ഇന്ന കണ്ടീഷൻസിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഈ കണ്ടീഷൻസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായാൽ നമുക്ക് എന്താണ്? ഈ പ്രൊജക്ഷൻ കറക്റ്റ് ആകില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടുത്ത ഒരു ലിമിറ്റേഷൻ അവിടെയാണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ജനറലി ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ്സ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. സോ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് എന്താണ്? ആ കണ്ടീഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ പറയുന്ന പ്രൊജക്ഷൻസ് കറക്റ്റ് ആകില്ല. ദ തിയറി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഈസ് ബിൽറ്റ് ഓൺ റാൻഡം സാമ്പിളിംഗ്. ഇഫ് ദ റൂൾസ് ഓഫ് റാൻഡം സാമ്പിൾസ് ആർ നോട്ട് സ്ട്രിക്ട്ലി അഡ്ഹേർഡ് ടു. ഉണ്ടോ? സോ നമ്മൾ ഈ റാൻഡം സാമ്പിളിംഗ് കറക്റ്റായിട്ട് പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഫറൻസ് അത് എന്തായിട്ട് തെറ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിൽ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻ. ഓക്കെ, നമ്മുടെ ഒരു മേജർ ഏരിയ. സോ ഇതാണ് എൻ്റെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡെഫിനിഷൻ പറഞ്ഞു, ഏതൊക്കെയാണ് ഭാഷയിൽ നിന്ന് നമുക്ക് പറഞ്ഞു. ദെൻ സിംഗുലർ ടേം, പ്ലൂറൽ ടേം, ദെൻ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിൻ്റെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് എന്തൊക്കെയാണ്, അതിനകത്ത് ജനറലി യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി നമ്മുടെ മേജർ ഏരിയ ഉണ്ടോ, ഇതിനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഡേറ്റ. സോ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് എന്താണ്? നമുക്ക് കളക്ഷൻ ഓഫ് ഡേറ്റ, നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ മീൻസ് ഡേറ്റ കളക്ഷൻ ആണ്. സോ ദ കളക്ഷൻ ഓഫ് ഡേറ്റ, സോ ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്, ദെൻ ആ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, ദെൻ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ അല്ലേ. സോ ഫസ്റ്റ് ഡേറ്റ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ദെൻ ആ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രൂട്ടിനൈസ് ചെയ്യണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, സോ ഡേറ്റ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് ലാസ്റ്റ് ഫൈനലി എന്താണ്? സോ നമ്മൾ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് പ്രസൻറ്റ് ചെയ്യണം അല്ലേ. സോ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്ന മെത്തേഡ്സിലൂടെ കളക്ട് ചെയ്ത ഡേറ്റ ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. സോ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. Statistical
inquiry. So passes to the following phases. First one, എന്തായിരിക്കും? collection of data. Data collection. Then സോ ആ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രൂട്ടനൈസ് ചെയ്യും. ബിക്കോസ് നമുക്കുണ്ടോ ഈ ഡേറ്റ ആഡിക്വേറ്റ് ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡേറ്റ കറക്റ്റ് എക്സാക്ട് നമ്മൾ ഉദ്ദേശിച്ച സോഴ്സിൽ നിന്നാണോ, ആഡിക്വേറ്റ് ആണോ, അല്ലെങ്കിൽ അത് കറക്റ്റ് ഇൻഫറൻസ് തരുന്ന രീതിയിലുള്ള ഡേറ്റ ആണോ എന്നുള്ള രീതിയിലുള്ള സ്ക്രൂട്ടനൈസേഷൻ വരും. സ്ക്രൂട്ടിനി ഓഫ് ഡേറ്റ. Scrutiny of data. Then third one, classification of data. Classification of data. Then presentation of data. So ഇത്രയാണ് നമ്മുടെ collection of data, scrutiny of data, classification of data and presentation of data. So statistical inquiry വരുന്ന phases ആണ്. First, collection of data. Data are aggregates of facts. That is quantitative information about characteristic under study. നമ്മൾ സ്റ്റഡി നടത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുന്നതാണ് എന്ത്? ഡേറ്റ. ദെൻ ടൈപ്സ് ഓഫ് ഡേറ്റ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ രണ്ട് ടൈപ്പാണ് ഡേറ്റ വരുന്നത്. ഫസ്റ്റ് വൺ പ്രൈമറി ഡേറ്റ. ടൈപ്സ് ഓഫ് ഡേറ്റ നമുക്ക് ഇവിടെ നിന്നാണ്. അപ്പോൾ പക്ക തിയറി ചാപ്റ്ററാണിത്. ഇൻ ദ സെൻസ് ഒന്നും അങ്ങനെ ഒരുപാട് കാണാതെ പഠിക്കാനല്ല, ബട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ നമ്മൾ ഈ പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലും കാര്യങ്ങളും എല്ലാം തന്നെ നെക്സ്റ്റ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോഴും അറിയേണ്ട ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി ഡേറ്റ. ദീസ് ആർ കളക്റ്റഡ് ഫോർ എ specific purpose directly from the field of inquiry. Collected for a specific purpose directly from the field of inquiry. Data collected for the first time by an investigator or agency. Not the point. Data collected for the first time. Data collected for the first time by an investigator or agency. These are original in nature. So ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഡേറ്റ. സോ ദാറ്റ് മീൻസ് എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു ഏജൻസി ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഡേറ്റ. ദെൻ സെക്കൻഡറി ഡേറ്റ. സോ ഫസ്റ്റ് വൺ പറഞ്ഞു പ്രൈമറി ഡേറ്റ. ദെൻ സെക്കൻഡറി ഡേറ്റ. Secondary data are numerical information which have been previously collected as primary data by some agency for specific purpose but are now compiled from that source for use in a different connection. സോ എന്താണ് പറയുന്നത്? സോ ഫസ്റ്റ് ടൈം ഒരാൾ കളക്ട് ചെയ്ത് വെച്ച ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു ഏജൻസി കളക്ട് ചെയ്ത് വെച്ച ഡേറ്റ ദാറ്റ് ഈസ് കളക്റ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ബട്ട് അതിൽ നിന്ന് കമ്പൈൽ ചെയ്ത് നമ്മൾ ഡേറ്റ എടുക്കുകയാണ്. എന്തിനാണ്? വേറെ ഒരു പർപ്പസിന് വേണ്ടി അതിൽ നിന്ന് കമ്പൈൽ ചെയ്ത് ഡേറ്റ എടുക്കുന്നതിനാണ് നമ്മൾ എടുത്തിട്ട് നമ്മളെന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഡേറ്റ. ക്ലിയർ? സോ ഡേറ്റ ആർ ഓഫ് ടു ടൈപ്സ്. പ്രൈമറി ഡേറ്റ എന്താണ്? ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡേറ്റ ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഓർ ഏജൻസി ഈസ് കോൾഡ് എ പ്രൈമറി ഡേറ്റ. ബട്ട് സെക്കൻഡറി ഡേറ്റ എന്താണ്? ഇങ്ങനെ പ്രൈമറി ഡേറ്റ സോ അതിനെ കമ്പൈൽ ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഏജൻസി നമ്മൾ എന്താണ് പ്രൈമറി എന്താണ് ഒറിജിനൽ ഡേറ്റ. സോ ആ ഡേറ്റയിൽ നിന്ന് എന്താണ് കമ്പൈൽ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഏരിയാസ് എടുത്തിട്ട് വേറെ ഒരു ഡിഫറെൻറ്റ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ഡേറ്റ. സോ ദാറ്റ് മീൻസ് ഞാനല്ല കളക്ട് ചെയ്തത്, ബട്ട് എൻ്റെ ഒരു പർപ്പസിന് യൂസ് ചെയ്തു. ആരാണ്? പ്രൈമറിയിൽ വേറൊരാൾ കളക്ട് ചെയ്ത ഡേറ്റ ഞാൻ എൻ്റെ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത്? സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഡേറ്റ. ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? Clearly, primary data and secondary data. സോ രണ്ട് തമ്മിലുള്ളൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ബോക്സ്. പ്രൈമറി ഡേറ്റ ഈസ് collection of original data for the first time. Secondary data basically compilation of existing data. So primary data means collection of original data. So secondary data നമ്മൾ പറഞ്ഞതുപോലെ തന്നെ second time first എന്താണ് ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എടുത്തിരിക്കുന്ന ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഡേറ്റയിൽ നിന്ന് കമ്പൈൽ ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് ഇത് സെക്കൻഡറി ഡേറ്റ. It is collected by the investigator or his agent. It is compiled by the person other than who collected the primary data. So ഇവിടെ ശ്രദ്ധിക്കാം, പ്രൈമറി ഡേറ്റ ഒറിജിനൽ ഡേറ്റ ഇതെന്താണ് കമ്പയർ ചെയ്യുന്ന ഡേറ്റയാണ്. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഓർ ഹിസ് ഏജൻസ്. ബട്ട് ഇവിടെ എന്താണ് സെക്കൻഡറി ഡേറ്റ ഇറ്റ് ഈസ് കമ്പൈൽഡ് ബൈ പേഴ്സൺ അതർ ദാൻ ഹു കളക്റ്റഡ് ദ പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്ത ആരാണോ അതല്ലാതെ വേറൊരാൾ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത് സെക്കൻഡറി ഡേറ്റ. ഇറ്റ്സ് കളക്ഷൻ ഇസ് റിലേറ്റീവ്ലി മോർ കോസ്റ്റ്ലിയർ. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ആ ഒരു ഏജൻസി വളരെ ടൈം എടുത്ത് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ ബി ഓൾവേസ് എന്തായിരിക്കും കോസ്റ്റ്ലി ആയിരിക്കും. അത് റിലേറ്റീവ്ലി ലെസ് കോസ്റ്റ്ലി ആയിരിക്കും. എന്ത് റിലേറ്റീവ്ലി കളക്ഷൻ ഓഫ് റിലേറ്റീവ്ലി ലെസ് കോസ്റ്റ്ലി ആയിരിക്കും എന്ത് സെക്കൻഡറി ഡേറ്റ. അവർ ചാർജ് ചെയ്യുന്ന ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഒരിക്കലും എന്താണ് ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന അത്രയും തന്നെ ഒരു കോസ്റ്റ് നമുക്ക് വരാൻ ചാൻസ് ഇല്ല. ഇറ്റ് ഈസ് യൂഷ്വലി ഡയറക്ട്ലി സ്യൂട്ടബിൾ ഫോർ ദ പർപ്പസ് ഓഫ് എൻക്വയറി. നമ്മൾ പറയാം എന്ത് പർപ്പസിനാണോ അതിൽ ഡയറക്ട്ലി സ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്താണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് മേ ഓർ മേ നോട്ട് ഡയറക്ട്ലി സ്യൂട്ടബിൾ ടു ദ പർപ്പസ് ഓഫ് എൻക്വയറി. ഓക്കെ, സോ നമ്മൾ അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഡയറക്ട്ലി സ്യൂട്ട് ആകാതിരിക്കാം. സോ എൻക്വയറിക്ക് പർപ്പസിന് യൂസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡേറ്റ കൂടുതലായിട്ട് സെക്കൻഡറി ഡേറ്റ നമ്മൾ കൂടുതലായിട്ട് എന്തായിരിക്കും ഒരു എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. There is possibility of personal prejudice in its collection. There is no possibility of personal prejudice in its compilation since such data are already collected. Right. So ഇത് ഇൻവെസ്റ്റിഗേറ്റർ ആരാണ് അല്ലെങ്കിൽ ആ ഏജൻസി ഏതാണ് അവരുടെ പേഴ്സണൽ പ്രിജുഡിസ് അട്രാക്ട് ചെയ്തിട്ടായിരിക്കും എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റ വരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി ഡേറ്റ അത് കമ്പയർ ചെയ്യുന്ന ഒരിക്കലും എന്തല്ല, അവർ ഓൾറെഡി കളക്റ്റഡ് ഡേറ്റ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് അതിൽ ഉണ്ടാകില്ല. ക്ലിയർ? ദെൻ ഈ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്. സോ ഇതിനകത്ത് നമുക്ക് ഇതിലേതെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ, രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാവുന്നതാണ്. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്. സോ ഫസ്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡാണുള്ളത്. ഇൻ്റർവ്യൂ മെത്തേഡ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ് ആൻഡ് ടെലിഫോണിക് ഇൻ്റർവ്യൂ മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ ഫസ്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡാണ് 3 രീതിയിലുള്ളത്. സെക്കൻഡ് വൺ മെയിൽഡ് ക്വസ്റ്റനെയർ മെത്തേഡ്, തേർഡ് വൺ ഒബ്സർവേഷൻ മെത്തേഡ്, ദെൻ ഫോർത്ത് വൺ ക്വസ്റ്റനെയർസ് filed and sent by enumerators. Okay, so different types of collection of data. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറയുന്നത്. ഇൻ്റർവ്യൂ മെത്തേഡ് അത് 3 രീതിയിൽ ഇൻ്റർവ്യൂ മെത്തേഡ്. സോ ഇൻ്റർവ്യൂ മെത്തേഡിൽ നമുക്ക് 3 ടൈപ്പാണുള്ളത്. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, ദെൻ ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ടെലിഫോണിക് ഇൻ്റർവ്യൂ. ദെൻ ക്ലിയർലി കേൾക്കാവോ?
So personal interview method. First one, interview method la personal interview method. Personal interview method. The investigator meets the respondents directly and collect the required information then and there from them. So എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് ഇൻവെസ്റ്റിഗേറ്റർ. സോ ഇതൊരു പ്രൈമറി ഡേറ്റയുടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ദ ഇൻവെസ്റ്റിഗേറ്റർ meets the respondent directly and collected the required information directly from them. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. Then this method is employed in case of natural calamities like cyclone, earthquake, etc. സോ ആക്ച്വലി എന്താണ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ആ ഒരു ടീം റെസ്പോണ്ടന്റിനെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്തിട്ട് എന്താണ് റിക്വയർഡ് ഇൻഫർമേഷൻ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. We may collect necessary data much more quickly and accurately by applying this method. So accurately because നമുക്ക് എന്താണ് ഡയറക്റ്റ്ലി റെസ്പോണ്ടന്റിനെ ഡയറക്റ്റ്ലി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് സെനാരിയോ അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് വരുന്നത് indirect interview method. Indirect interview method. If there are some practical problems in reaching the respondents directly, then by indirect interview method the investigator collect the necessary information from the person associated with the problem. So that means actually a problem ആർക്കാണോ സംഭവിച്ചത് അയാളുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി എന്താണ് അയാളിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്താണ് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് എന്താണ് അതുമായിട്ട് അസോസിയേറ്റ് ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ സെനാരിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുടെ നിന്ന് നമ്മൾ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്. ദാറ്റ് മീൻസ് റെയിൽ ആക്സിഡൻറ്റ്. സോ സംടൈംസ് ആക്സിഡൻറ്റ് സംഭവിച്ച ആളുടെ കയ്യിൽ നിന്ന് ഇപ്പം നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അത് കണ്ടു നിന്ന ആൾ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആ പ്രോബ്ലമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ നമ്മൾ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്. സോ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. ദാറ്റ് മീൻസ് റെസ്പോണ്ടൻ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്. സോ ദാറ്റ് മീൻസ് എന്താണ് പേഴ്സണലി നമുക്ക് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യാൻ പറ്റില്ല, റെസ്പോണ്ടിൽ നിന്ന് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യാൻ പറ്റില്ല, ബട്ട് എന്താണ് ആ ഒരു അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? The next one, mailed questionnaire method. This method comprises of framing a well-drafted and soundly sequenced questionnaire covering all the important aspects of the problem under consideration. So well-drafted, soundly sequenced questionnaires covering important aspect of the problems under consideration and sending them to the respondents with the prepaid stamp after providing all necessary guidelines for filling the questionnaires. Although a wide area can be covered using this mailed questionnaire method, the amount of non-responses is likely to be maximum in this method. So that means നമുക്കൊരു എന്താണ് നമ്മളെ റെസ്പോണ്ടൻ്റ് ആയിട്ട് നമുക്ക് മെയിലിൽ സോ വെൽ ഡ്രാഫ്റ്റ് ആയിരിക്കാം, സൗണ്ട്ലി സീക്വൻസ്ഡ് ആയിരിക്കാം, ക്വസ്റ്റനെയർ കവറിങ് അവരുദ്ദേശിക്കുന്ന പ്രോബ്ലത്തിൻ്റെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റനെയർ. സോ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് തന്നുകൊണ്ട് നമുക്കൊരു മെയിൽ തന്നിരിക്കുന്നു, നമുക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നിരിക്കുന്നു. പക്ഷെ നമ്മളതിൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് മസ്റ്റായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയാസ് അല്ലെങ്കിൽ വൈഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റും, ബട്ട്
ദ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് നോൺ റെസ്പോൺസസ്. സോ ദാറ്റ് മീൻസ് മെയിൽഡ് ക്വസ്റ്റ്യൻ പോകുന്നു, അതിൽ റെസ്പോണ്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ എന്ന രീതിയിലാണ് നമ്മളത് കണക്കാക്കുന്നതെങ്കിൽ, സോ അത് റെസ്പോണ്ട് ചെയ്യണമെന്നൊരു മസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ക്രൈറ്റീരിയ നമുക്കില്ല. സോ അതുകൊണ്ട് തന്നെ നോൺ റെസ്പോൺസസ് വേണമെങ്കിൽ കൂടുതലാകാം. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇൻ്റർവ്യൂ മെത്തേഡ്. പേഴ്സണൽ ഇൻ്റർവ്യൂ, ദെൻ ഇൻഡയറക്റ്റ്, ടെലഫോണിക്. സോ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു. ദെൻ മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണ് പറഞ്ഞത്. അതിന് മുമ്പായിട്ട് അതിന് ശേഷം ഒരെണ്ണം കൂടെ ഉണ്ട്, ടെലഫോണിക് ഇൻ്റർവ്യൂ മെത്തേഡ്. ദിസ് ഈസ് എ ക്വിക്ക് ആൻഡ് റാദർ non-expensive way to collect the primary data where the relevant information can be gathered by the researcher himself by contacting the interviewee over the phone. സോ വേർഡിൽ പറഞ്ഞ പോലെ തന്നെയാണ് ടെലഫോണിക്. ഇതാണ് ആരാണോ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അവരെന്താണ്, ആരാണോ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആരാണോ റെസ്പോണ്ടൻ്റ് അവരിൽ നിന്ന് ഓവർ ദ ഫോൺ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത്, ടെലഫോണിക് ഇൻ്റർവ്യൂ മെത്തേഡ്. This method is less consistent but has a wide range. സോ ഇന്ന ആളാണോ എന്ന് ചോദിച്ച് നമ്മൾ വിളിക്കുന്നു, അയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ആ സംസാരിക്കുന്ന ആൾ അയാളാണോ എന്ന് വീഡിയോ കോൺഫറൻസ് അല്ല, ടെലഫോണിക് ഇൻ്റർവ്യൂ മെത്തേഡാണ്. സോ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ലാക്ക് ഉണ്ടാകാം, ബട്ട് വൈഡ്. സോ ഇത്ര സമയം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കറക്റ്റായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു വൈഡ് കവറേജ് പോസിബിൾ ആകുന്ന ഒരു മെത്തേഡാണ് എന്ത്, telephonic interview method. Then observation method. Data is collected by direct observation or using instrument data on the height and weight of a group of students. Although it is likely to be the best method for data collection, but it time consuming, laborious and covers only a small area. അല്ലേ? സോ ദാറ്റ് മീൻസ് ഡയറക്റ്റ്, ഞാനത് ഈ പറയുന്ന ഒരു മെത്തേഡും ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ മാത്രമേ ഞാൻ ഡേറ്റ കളക്ട് ചെയ്യത്തുള്ളൂ. സോ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കളക്ടിങ്, ദാറ്റ് മീൻസ് ആക്യുറേറ്റ് ആയിരിക്കാം, ബട്ട് എന്താണ്, ഇറ്റ് വിൽ ബി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കവറേജ് എന്തായിരിക്കും, ഒരു സ്മോൾ ഏരിയ ഓഫ് കവറേജ്. അല്ല, എല്ലാം നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്താലാണ് അതിനകത്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി, അത് അത്രത്തോളം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയ കവറേജ് എന്താകും, ഒരു സ്മോൾ ഏരിയ ആയിരിക്കും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. Then questionnaires filled and sent by enumerator. It is used for larger inquiries from the person who are surveyed. Enumerators collect the information directly by interviewing the persons having information. Questions are explained and hence data is collected. Okay, so ഇത്ര മെത്തേഡ്സ് ആണ് വരുന്നത്. ഉണ്ടോ, ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാം. ഫസ്റ്റ് എന്താണ്, പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്. ഫസ്റ്റ് വൺ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, ദെൻ ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, ദാറ്റ് മീൻസ് എന്താണ്, പർട്ടിക്കുലർ ആ റെസ്പോണ്ടൻറ്റിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്താണ്, ആ പ്രോബ്ലമായിട്ട് അസോസിയേറ്റ് അല്ലെങ്കിൽ ആ സെനാരിയോട്ട് അസോസിയേറ്റ് ആൾ ഡയറക്റ്റ് അല്ല, വേറൊരാളിൽ നിന്ന് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള വേറൊരാളിൽ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതാണ് എന്ത്, ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ. ദെൻ ടെലിഫോണിക് ഓവർ ദ ഫോൺ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ മെയിൽഡ് ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തിട്ട് അതിന് റെസ്പോൺസ് കിട്ടുന്നത്. ഉണ്ടോ, ഈ കേസിലെല്ലാം ഇതിനകത്താണ് എന്താണ്, അതിനകത്ത് നോൺ റെസ്പോൺസ് കൂടുതലാകാൻ ചാൻസ് ഉള്ള ഒരു മെത്തേഡാണ് എന്ത്, മെയിൽഡ് ക്വസ്റ്റ്യൻ മെത്തേഡ്. ദെൻ ഒബ്സർവേഷൻ മെത്തേഡ്. സോ മോസ്റ്റ് ബെസ്റ്റ് മെത്തേഡാണ്, ബട്ട് ടൈം കൺസ്യൂമിങ് ആൻഡ് സ്മോൾ ഏരിയ ഓഫ് കവറേജ് അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ ഫിൽഡ് ആൻഡ് സെൻഡ് ബൈ എന്യൂമറേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് സെനാരിയോ എന്താണ്, സ്ക്രൂട്ടിനി ഓഫ് ഡേറ്റ. Since statistical analyses are made only on the basis of data, it is necessary to check whether the data under consideration are accurate as well as consistent.
സോ നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്തു, അത് ആക്യുറേറ്റ് ഡേറ്റ ആണ്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്താണ് ഇൻഫറൻസ് ഡ്രോ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിനു മുമ്പ് എന്താണ് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്? ഈ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ. സോ ഈ മെത്തേഡ്സ് യൂസ് ചെയ്ത് പ്രൈമറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു. ഇതിൽ ഏതെങ്കിലും മെത്തേഡ്സ് ആകാം. സോ അതിൻ്റെ ആക്യുറേറ്റ് ആണോ എന്നും കൺസിസ്റ്റൻ്റ് ആണോ എന്നും നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിലേക്ക് പോകത്തുള്ളൂ? ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണെന്ന് ക്ലാസിഫൈ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ വൺ മസ്റ്റ് ഉണ്ടോ. സോ ഇതിനകത്ത് ഇത് ആക്യുറേറ്റ് ആണോ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ പറയാൻ പറ്റും? സോ നമ്മൾ അതിനകത്ത് എന്താണ്, ആരാണോ ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, അയാളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ. സോ ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് 100 ഡേറ്റാസ് ആണോ, 100 ഇൻഫർമേഷൻ ആണോ, ഡേറ്റ ആണോ, 100 നമ്പർ ആണോ കളക്ട് ചെയ്യേണ്ടത്, 1000 നമ്പർ ആണോ കളക്ട് ചെയ്യേണ്ടത്, 10,000 നമ്പർ ആണോ കളക്ട് ചെയ്യേണ്ടത്? സോ അങ്ങനെയാണെങ്കിലാണ് അത് എത്രയാണ് നമുക്ക് അതിൽ നിന്ന് ഇൻഫറൻസ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം എന്താണ്, നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. സോ എന്താണ്, ആക്യുറേറ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രൂട്ടിനൈസ് ചെയ്യണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. It may be defined as the process of arranging data on the basis of characteristic. Data on the basis of characteristic. Under consideration into a number of groups of classes according to similarity of observations. Following are the objectives of classification of data. It put the data in a neat, precise and condensed form so that easily understood. സോ നമ്മൾ എന്തിനു വേണ്ടിയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? സോ നമ്മളെപ്പോഴും കിട്ടിയ ഡേറ്റ എല്ലാം കൂടെ അതേപോലെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സോ കണ്ടൻസ്ഡ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. സോ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. It makes comparison possible between various characteristics if necessary. സോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന എന്താണ്? കമ്പാരിസൺ ബിറ്റ്വീൻ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് പോസിബിൾ ആകുന്ന രീതിയിൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പോസിബിൾ ഓൺലി ഫോർ ദ ക്ലാസിഫൈഡ് ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്താണ്? ക്ലാസിഫൈഡ് ഡേറ്റയിൽ മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ. ഇറ്റ് എലിമിനേറ്റ്സ് അൺസർട്ടനിറ്റി, unnecessary details and make data more readily understandable. Okay, so data classify ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഡേറ്റ മേ ബി classified as chronological or temporal or time series data. So successive time points. സോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ from 2000 to 2020. Okay, so monthly production, അത് ക്രോണോളജിക്കൽ ടൈം സീരീസ് അനുസരിച്ച് മന്ത്ലി. സോ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമുക്ക് എന്ത് വിളിക്കാം? ക്രോണോളജിക്കൽ ഡേറ്റ. സോ ക്ലാസിഫൈഡ് എന്താണ്? ടൈമിൻ്റെ ബേസിസിലാണ്, ടൈം സീരീസ് ഡേറ്റ എന്നും പറയാം. ദെൻ ജോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ സീരീസ് ഡേറ്റ. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ CA പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം അത് നമ്മൾ എന്താണ്? ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റേറ്റ് വൈസ്. സോ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് CA സ്റ്റുഡൻസ് സ്റ്റേറ്റ് വൈസ്. സോ നമ്മളിവിടെ എന്താണ്? ജോഗ്രഫിയാണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റേറ്റ് വൈസ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ സ്പേഷ്യൽ സീരീസ് ഡേറ്റ എന്ന് പറയാം. ദെൻ ക്വാളിറ്റേറ്റീവ് ഓർ ഓർഡിനൽ ഡേറ്റ. സോ ക്വാളിറ്റേറ്റീവ് നമ്മൾ എന്ന ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട്സ്. So qualitative data collection. Then quantitative or cardinal data. So quantitative നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. സോ വേരിയബിൾസ് എന്ന് വിളിക്കും.
സോ നമുക്ക് നാലായിട്ട് ക്ലാസിഫിക്കേഷൻ നമുക്ക് നാലായിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്താണ്? ക്രോണോളജിക്കൽ, ജോഗ്രഫിക്കൽ, ദെൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. പ്രസൻറ്റേഷൻ, സോ നമ്മൾ ഡേറ്റ എന്താണെന്ന് പറഞ്ഞു, കളക്ഷൻ ഓഫ് ഡേറ്റ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറഞ്ഞു. ദെൻ എന്തായിരുന്നു സെക്കൻഡ് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതിന് അത്യാവശ്യം കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ്, സോ ഡേറ്റ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? 4 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ടൈമിൻ്റെ ബേസിസിലാണെങ്കിൽ ഒന്ന്, ദെൻ ഏരിയയുടെ ബേസിസിൽ, സോ അതിനെ ജോഗ്രഫിക്കൽ എന്ന് പറയാം. ദെൻ എന്താണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ബേസിസിലാണെങ്കിൽ അതിനെ എന്താണ് ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിസിലാണെങ്കിൽ, സോ ഒരാളുടെ ഹൈറ്റോ വെയിറ്റോ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ്, ഒരാളുടെ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ സംടൈംസ് നമുക്ക് അയാളുടെ അവരുടെ ചില ഹാബിറ്റ്സ്, സ്മോക്കിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നാഷണാലിറ്റി, അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്ക് പറയാം. ദെൻ ലാസ്റ്റ് വൺ ഒരാളുടെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈറ്റ്, വെയിറ്റ്, അല്ലെങ്കിൽ ഒരാളുടെ സാലറി എല്ലാം നമുക്ക് എന്തിനകത്ത് വരുത്താം? ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ കാർഡിനൽ ഡേറ്റ, ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഓർഡിനൽ ഡേറ്റ. സോ 4 ടൈപ്പാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ടൈമിൻ്റെ ബേസിൽ ക്രോണോളജിക്കൽ, ദെൻ ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ ജോഗ്രഫിക്കൽ, ദെൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് വൈസ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് കാർഡിനൽ, ദെൻ ഓർഡിനൽ, ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ ഓർഡിനൽ, ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ കാർഡിനൽ ഡേറ്റ. ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ ലാസ്റ്റ് നമ്മുടെ ഏരിയ പ്രസൻറ്റേഷൻ. സോ ഇതിനകത്താണ് നമ്മൾ കൂടുതൽ കവറേജ് വരുന്നത്. കണ്ടോ എങ്ങനെ ഡേറ്റ പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു. സോ 2 ടൈപ്പ് ഓഫ് ഡേറ്റ, പ്രൈമറി ഡേറ്റ ആണ്. സോ പ്രൈമറി ഡേറ്റയിൽ നിന്നുള്ള ഒരു കമ്പൈലേഷൻ മാത്രമാണ് എന്ത് സെക്കൻഡറി ഡേറ്റ വരുന്നത്. സോ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന പറഞ്ഞിരുന്നു. ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡേറ്റ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രസൻറ്റേഷൻ. ക്ലിയർ ആണോ അപ് ടു ദിസ് പോയിന്റ്? ഓക്കെ അല്ലേ? പ്രസൻറ്റേഷനിലേക്ക് പോവാം. പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. Then modes of presentation of data. Data usually present in the following way. 3 മെത്തേഡ്സ് ആണ്, 3 വേസിലാണ് നമ്മൾ നോർമലി ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്ന് ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ, ദെൻ ടാബുലാർ പ്രസൻറ്റേഷൻ ഓർ ടാബുലേഷൻ. സോ ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ സിംപ്ലി നമുക്ക് എന്ത് പറയാം? പാരഗ്രാഫ് ഫോം. സോ ടെക്സ്റ്റ് ഫോം അല്ലെങ്കിൽ പാരഗ്രാഫ് ഫോമിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ. ടാബുലാർ പ്രസൻറ്റേഷൻ മീൻസ് data represented in rows and columns. So data represented in rows and columns on the tabular presentation. The next one, third one, diagrammatic representation. Okay. So 3 methods ആണ് data presentation വരുന്നത്. So textual, tabular, then അല്ലെങ്കിൽ tabulation, third one diagrammatic representation. Okay, then textual representation. In textual representation, text is represented along with the data and form, and for comprehension one has to go through the whole of the text, which is a series
drawback of this method. At the same time, it enables one to emphasize certain points. നമുക്ക് ഇതിനകത്ത് എന്താണ് ടെക്സ്റ്റുവൽ റെപ്രസെൻറ്റേഷൻ ആണ്. കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് പാരഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്താണ് അത് മൊത്തം പറയുന്ന ടെക്സ്റ്റുവൽ റെപ്രസെൻറ്റേഷൻ മൊത്തം ഗോ ത്രൂ ചെയ്താലാണ് അതിനെക്കുറിച്ച് ഒഫീഷ്യൽ റിപ്പോർട്ട്സ് എല്ലാമാണ്. ഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഓഫ് ആൻ എൻക്വയറി കമ്മീഷൻ ഈസ് യൂഷ്വലി മെയ്ഡ് ടെക്സ്റ്റുവൽ റെപ്രസെൻറ്റേഷൻ. റിപ്പോർട്ട് എല്ലാം എന്താണ് ടാബുലാർ വേറെ ഒരു ഫോർമാറ്റിൽ ടാബുലാർ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനോ ആയിരിക്കില്ല. ഒഫീഷ്യൽ റിപ്പോർട്ട് എല്ലാം എന്തായിരിക്കും ടെക്സ്റ്റുവൽ ഫോർമാറ്റിലായിരിക്കും. ദാറ്റ് മീൻസ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും എൻക്വയറി കമ്മീഷൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് ഒരു പാരഗ്രാഫ് വൈസ് ഹെഡിങ് പോലും കൊടുത്തിട്ട് മൊത്തം അതിനകത്തൂടെ നമുക്ക് പോയാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫുൾ കണ്ടന്റ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. ബട്ട് സെർട്ടൻ സെനാരിയോയിൽ പറഞ്ഞ ഒഫീഷ്യൽ റിപ്പോർട്ട് ഓഫ് എൻക്വയറി കമ്മീഷൻ അതിൻ്റെ അവരുടെയൊക്കെ ഒഫീഷ്യൽ റിപ്പോർട്ട്സ് എന്തായിരിക്കണം ജസ്റ്റ് ഫിഗറിലോ അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡിലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. എന്തായിരിക്കും അത് ടെക്സ്റ്റുവൽ പ്രസൻറ്റേഷൻ ആയിരിക്കും. പാരഗ്രാഫ് ഹെഡിങ് കൊടുത്തിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? Then next one, tabular presentation. Tabular presentation അല്ലെങ്കിൽ tabulation is a systematic arrangement data in columns and rows and columns, and it is designed simply to present data for the purpose of analysis and statistical inference. ഒരു നമുക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ നമ്മൾ റോ ആയിട്ടും കോളം ആയിട്ടും നമ്മൾ ആ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ടാബുലാർ മെത്തേഡ്. നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ നോക്കിയാൽ തന്നെ റോ എന്താണ് കോളം എന്താണ് അതിന് ഹെഡിങ് ഉണ്ടാകും. അതെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിയാൽ തന്നെ എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അതിൽ നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത് ടാബുലാർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ. സോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഇതിനകത്ത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. The title അല്ലെങ്കിൽ ബോക്സ് ഹെഡ് ടൈറ്റിൽ. The title should be clear and brief and should be carefully worded so that it is capable of only one interpretation. So that means എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അല്ലെങ്കിൽ ഈ ടാബുലാർ പ്രസൻറ്റേഷൻ എന്താണ് കൊടുക്കുന്നത് എന്ന് കറക്റ്റായിട്ട് സിംപ്ലി അത് വേർഡ് ചെയ്തിരിക്കണം. വേറെ ഒരു ഇൻ്റർപ്രിട്ടേഷനും അതിനുണ്ടാകാൻ ഇല്ലാത്ത രീതിയിൽ എക്സാക്ട്ലി ഈ പറഞ്ഞ ടേബിൾ എന്താണോ എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ ആണ് ഇതിൽ വരാൻ പോകുന്നത് എന്ന് മാത്രമായിരിക്കണം ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്യാപ്ഷൻസ് ആർ ഹെഡിങ്സ് ഓവർ ഫോർ വെർട്ടിക്കൽ കോളംസ്. സോ വെർട്ടിക്കൽ കോളത്തിനാണ് ക്യാപ്ഷൻസ്. സ്റ്റബ്സ് ആർ ഹെഡിങ്സ് ഫോർ ഹൊറിസോണ്ടൽ റോസിൻ്റെ ഹെഡിങ്സിനെയാണ് നമ്മൾ സ്റ്റബ്സ് എന്ന് വിളിക്കുന്നത്. ക്യാപ്ഷൻ മീൻസ് വെർട്ടിക്കൽ കോളംസിൻ്റെ ഹെഡിങ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്ന സ്റ്റബ്. ദ ബോഡി ഓഫ് ടേബിൾ കണ്ടെയ്ൻസ് ഫിഗേഴ്സ് ടു ബി പ്രസൻറ്റഡ് ടു ദ റീഡർ. ദ ഡേറ്റ ഇൻ ദ ബോഡി റെസ്പോൺസ് ടു ക്ലാസിഫിക്കേഷൻ അണ്ടർ ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റബ്. രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കോളം വെർട്ടിക്കൽ കോളത്തിൻ്റെ ക്യാപ്ഷൻ എന്താണോ വരുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിൻ്റെ സ്റ്റബ്സിൽ എന്താണോ ഇത് വരുന്നത് ഹെഡിങ് വരുന്നത്, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻട്രീസ് ആയിരിക്കും എന്തിൽ വരുന്നത് ആ ടാബുലേഷൻ്റെ ബോഡിയിൽ വരുന്നത്. Then head note, it is supplemented to title and give below the title. Head notes supplement എന്താണോ ആക്ച്വൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം ഹെഡ് നോട്ട്സ് കൊടുത്താം. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. സോ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഷുഡ് ഓൾവേസ് ബി സ്റ്റേറ്റഡ് അലോങ് വിത്ത് ദ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മെഷർമെൻറ്റ് അതിനകത്ത് യൂണിറ്റ് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ് അപ്പോൾ ഫസ്റ്റിൽ അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാണോ ഇത്ര എടുത്തു കഴിഞ്ഞാൽ. സോ ദാറ്റ് മീൻസ് ഇൻ ലാക്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവണം ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും നമുക്ക് എന്താണ് ആ ഒരു ടേബിൾ വ്യൂ ചെയ്യുന്ന ആൾക്ക് എന്താണോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആക്ച്വലി ഡ്രോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. ദെൻ ഫുട് നോട്ട്. when any item in the table needs some more description, it is given through a footnote or directly below the body of the table. Source notes gives the information about the source from where the data has been taken. Source note is required for reference at the time of need. Okay, source note കൊടുക്കുക. Then table number. Each and every table should be serially numbered. ആയിരിക്കണം. സോ ഒന്നിൽ കൂടുതൽ ടേബിൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ടേബിൾ ഏതാണ്, സെക്കൻഡ് ടേബിൾ ഏതാണ്, തേർഡ് ടേബിൾ ഏതാണ്, അങ്ങനെ സീരിയലി നമ്പേർഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ടേബിൾസിൽ നിന്ന് നമുക്ക് നോക്കുന്ന ഒരാൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ഈ പറയുന്ന ഇൻഫറൻസ് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. സോ ഇതിനകത്ത് നോർമലി വരുന്നത് ഈ സ്റ്റബ്സും ക്യാപ്ഷൻസും ഒക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിക്കുന്നതാണ്, ഇനിയും ചോദിക്കും. ഓക്കെ. സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ എന്താ 2 മെത്തേഡ്സ് പറഞ്ഞു. പ്രസൻറ്റേഷൻ, ടെക്സ്ച്വൽ റെപ്രസെൻറ്റേഷൻ. അതിൽ പറഞ്ഞു എന്താണ് നമുക്ക് നോർമലി ജനറലി അങ്ങനെ എന്താണ് യൂസ് ചെയ്യാറില്ല. എന്താണ് പാരഗ്രാഫ് വൈസ് എക്സ്പ്രഷനാണ് വരുന്നത്. സോ അത് എന്താണ് ടൈം കൺസ്യൂം മൊത്തം വായിച്ചാലാണ് അതിൽ നിന്ന് എന്താണ് ഇൻഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ജനറലി എന്താണ് എൻക്വയറി, കമ്മീഷൻ, റിപ്പോർട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ടെക്സ്ച്വൽ മെത്തേഡ്. ദെൻ ടാബുലർ റെപ്രസെൻറ്റേഷൻ എന്താണ് കോളവും റോയുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ കോളത്തിൻ്റെ ഹെഡിനെ നമ്മൾ ക്യാപ്ഷൻസ് എന്നും റോസിൻ്റെ ഹെഡിങ്ങിനെ സ്റ്റെപ്സ് എന്നും നമ്മൾ പറയും. ദെൻ ടേബിൾ സീരിയലി നമ്പർഡ് ആയിരിക്കണം. ദ ടേബിൾ ഷുഡ് ബി വെൽ ബാലൻസ്ഡ് ആൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. സോ അങ്ങനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ യൂസ് ചെയ്യുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നോട്ട്സ് അറിഞ്ഞിരിക്കേണ്ടത്. Table should be well balanced in length and breadth. Data must be arranged in a table in such a way that comparisons between different figures are made possible without much labor and time. So അതിനാണ് നമ്മളൊരു വെൽ പ്രിപ്പയർഡ് ടേബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കുമ്പോൾ തന്നെ കമ്പയർ ചെയ്യാനും അധികം ടൈം കൺസംഷൻ ഇല്ലാതെ തന്നെ എന്താണ് ഹെഡിങ്ങിൽ നിന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റണം. Data should be arranged intelligently. Notes describing the source of data and bringing clarity. സോ ഇത് എവിടെ നിന്നാണ് ഈ ഡേറ്റ എടുത്തിരിക്കുന്നത് നോട്ട്സ്, അത് ക്ലാരിറ്റി. സോ ദാറ്റ് മീൻസ് ഇത് ഞാൻ നോക്കേണ്ട കാര്യമുണ്ടോ? സോ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഴ്സ് ഓഫ് ഡേറ്റ അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സോഴ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു സമയം കളയില്ല. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ടേബിൾ വായിച്ച സമയം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ടൈം കളയില്ല. സോ അതുകൊണ്ട് സോഴ്സ് ഓഫ് ഡേറ്റ. ദെൻ നെക്സ്റ്റ് വൺ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഓക്കെ. സോ നമ്മൾ 3 ടൈപ്പാണ് പറഞ്ഞത്. ടെക്സ്ച്വൽ, ദെൻ ടാബുലാർ, ദെൻ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. So diagrammatic representation of data is a technique of representing data visually in the form of diagrams. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്? ടെക്സ്ച്വലും അല്ല, ടാബുലാറും അല്ല, ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. Diagrams and graphs are visual aids which give a bird's eye view of the given set of numerical data. They have represented the data in a simple, readily comprehensive form. Okay, so that means third type method എന്താണ് അല്ലെങ്കിൽ presentation നമുക്ക് diagrammatic presentation. So one dimensional diagram. The first one dimensional line diagram, bar diagram. Then 2-dimensional diagram, rectangle, squares, pie diagram, etc. 3-dimensional diagrams, cubes, blocks, etc. So line diagram, 1-dimensional, 2-dimensional, 3-dimensional diagrams ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്കാ തിയറി ഏരിയ. So line diagram, it is used to represent data collected over a period of time. It is known as histogram. The line diagram നമ്മൾ എന്ത് വിളിക്കാം? histogram. Following are the different form of line diagram. Simple line diagram. The time variable is taken on the x-axis and other variable is taken on the y-axis and the points are joined successively using line segments. So ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു line diagram. Then logarithmic chart. The next one, simple line diagram. The time variable line diagram is used to represent data collected over a period. It is known as histogram. Okay, so നമ്മൾ simple line diagram പറഞ്ഞു. Then logarithmic chart. When the time series data displays wide range of fluctuations, then on y-axis the logarithmic value of other variables is taken and the points are joined by line segment. It is also called a ratio graph or a ratio chart. Okay, so logarithmic chart, ratio graph അല്ലെങ്കിൽ ratio chart. Then next one, multiple line chart. When 2 or more time series data expressed in the same time unit, then the presentation of time depend variable against the time period is called multiple line chart. ഒന്നിൽ കൂടുതൽ 2 or more time series data are expressed in the same time unit. Same time യൂണിറ്റിൽ
2 or more time series data represent ചെയ്യുന്നതാണ് multiple chart, multiple axis chart. When there is more related time series data expressed in different units, then it is diagram is multiple axis chart. Different മറ്റേത് സെയിം യൂണിറ്റിൽ സെയിം ടൈം യൂണിറ്റ് ആയിരുന്നു, ബട്ട് ഇത് ഡിഫറെൻറ്റ് യൂണിറ്റ്സിലാണെങ്കിൽ മൾട്ടിപ്പിൾ ആക്സിസ് ചാർട്ട്. ദെൻ നെക്സ്റ്റ് വൺ ബാർ ഡയഗ്രാം. It can be classified as. Then next one, the line diagram കഴിഞ്ഞു. Then next one, bar diagram ആണ്. Horizontal bar diagram, vertical bar diagram, horizontal bar diagram and vertical bar diagram. So രണ്ട് type of bar diagrams ആണ് വരുന്നത്. Horizontal bar diagrams are used to represent qualitative data ആണ്. ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ നമുക്ക് മൾട്ടിപ്പിൾ ചൂസുകൾ ചോദിക്കാവുന്ന അടുത്ത പോയിന്റ് ആണ്. ബാർ ഡയഗ്രത്തിൽ ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രംസ് ആർ യൂസ്ഡ് ഫോർ presentation of qualitative data. Then vertical bar diagrams are used to represent. Vertical bar diagrams are quantitative data or time series data. Further, it can also be classified symbol bar diagram. So it is said to be represent only one characteristic or variate. Then multiple bar diagram ആണെങ്കിൽ when bar diagram is for two or more set of related data, then it is called multiple bar diagram. Multiple bar diagram. So horizontal and vertical bar diagrams. Simple bar diagram, multiple bar diagram, then subdivided bar diagram. When a bar diagram represents more than one characteristic of a single variable, more than one characteristic of a single variable, subdivided bar diagram represent more than one characteristic of a single variable, then it is called subdivided or component bar diagram. It is used for represent various components of the data of single variate. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ബാർ ഡയഗ്രാം ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ചെയ്യാൻ വേണ്ടിയാണ് ബാർ ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ബാർ ഡയഗ്രാം ക്യാരക്ടറിസ്റ്റിക് യൂസ് ചെയ്യാനായിട്ട്. സോ ടു ഓർ മോർ സെറ്റ് ഓഫ് റിലേറ്റഡ് ഡേറ്റ ആണെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ്. ദെൻ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ഇതിനു വേണ്ടിയാണ് റെപ്രസെൻറ്റ് മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സിംഗിൾ വേരിയബിൾ. ഓക്കെ. ദെൻ പൈ ഡയഗ്രാം. സോ മൂന്ന് രീതിയിലാണ് ലൈൻ ഡയഗ്രാം അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം. ദെൻ ബാർ ഡയഗ്രാം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. മെയിൻലി ഹൊറിസോണ്ടൽ വെർട്ടിക്കലും എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എക്സാമിന് നോർമലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ. ദെൻ പൈ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട്. പൈ ഡയഗ്രാം ഈസ് എ സർക്കുലർ ഗ്രാഫ് which represent the total value of its components. The area of a circle represented by total value and the different sectors of circle represented the different parts. The circle is divided into sectors by radius and the area of sectors are proportional to angles at the center. So നമ്മൾ മൊത്തത്തിലുള്ള പോപ്പുലേഷനെ ഒരു സർക്കിളായിട്ട് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് റേഡിയസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ആംഗിൾ കണക്കാക്കി നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത് പൈ ഡയഗ്രാം. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ് ആൻഡ് വാല്യൂസ് ബിറ്റ്വീൻ കമ്പോണൻസ് ആൻഡ് ടോട്ടൽ വാല്യൂസ്. Generally used for comparing the relation between various components of the value and components of a value and between components and then the total value. In pie diagram, data are expressed as percentages. Each component is expressed as a percentage of total value. So total value in the percentage. Pie diagram is known as angular diagram. Angular diagram. That.
നെക്സ്റ്റ് വൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമ്മളെപ്പോഴും ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് എടുത്തിട്ടാണ് നമ്മൾ ഒരു ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്നുള്ള ആംഗിൾ ബേസ് ചെയ്താണ് ആ സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ബിക്കോസ് ആ റേഡിയസ് വെച്ചിട്ട് ഒരു ആംഗിൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് നോക്കുമ്പോൾ മനസ്സിലാകും ടോട്ടലിൽ എത്ര റവന്യൂ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര മാത്രം ഉണ്ടാകും എന്ന്. സോ ദാറ്റ് മീൻസ് ഒരു സർക്കിളിനെ 360 ഡിഗ്രി ഉള്ള ഒരു സർക്കിൾ എന്ന രീതിയിൽ എടുത്തിട്ട് ആക്ച്വൽ നമുക്ക് എത്ര ഓരോ കമ്പോണൻറ്റും എത്രയാണ് അതിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ആംഗിൾ കിട്ടും. സോ ഒരു ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സാക്ട്ലി ആ 360 ഡിഗ്രീസിൻ്റെ അതിൽ എത്ര പേഴ്സൻറ്റേജ് ആണ് നമ്മുടെ ആ ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു എൻട്രി വരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് എന്തിലും മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെൻറ്റ് കളറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു പൈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി അടുത്തത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. Frequency distribution. So we classify statistical data in respect to either a variable or an attribute. എന്താണ് വേരിയബിൾ? Quantitative. Attribute qualitative. A frequency distribution may be defined as a tabular representation of statistical data. No, tabular representation വരുന്നതാണ് ഒരു frequency distribution. When variables assumes only finite value and its range is small, is a discrete frequency distribution. When variables is capable of assuming any values or its range is large, a continuous frequency distribution is prepared. So discrete frequency distribution. So നമ്മൾ tabular representation of data collection, കളക്ട് ചെയ്ത ഡേറ്റയുടെ representation ആണ് എന്തിൽ വരുന്നത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. For the construction of a continuous frequency distribution of variable, find the largest and smallest observation and obtain difference between them is known as range. The largest and smallest observation and the difference in the range in case of continuous variable. From the number of classes depending upon number of isolated value assuming by a discrete variable. In case of continuous variable, find the number of class intervals using the relation. So number of class intervals into class length ആണ് എന്ത് പറയുന്നത്, range. So equivalent to നമുക്ക് റേഞ്ച് കണ്ടുപിടിച്ചാൽ റേഞ്ചിനെ ക്ലാസ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താലുണ്ട്. ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവെൽ ഇൻറ്റു ക്ലാസ് ലെങ്ത് ആണ് ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ക്ലാസ്സിന് വരുന്ന ലെങ്ത്തിനെയാണ് നമ്മൾ ക്ലാസ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവൽ ഇൻറ്റു ക്ലാസ് ലെങ്ത് ആണ് നമുക്കിപ്പം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റേഞ്ച് അറിയാമെങ്കിൽ ഈക്വലൻ്റ് ടു ആണ് റേഞ്ച് ഡിവൈഡഡ് ബൈ ക്ലാസ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. Present the class interval in a table known as frequency distribution table. So apply tally mark and stroke. So 1 2 3 ഇങ്ങനെ ടാലി മാർക്ക് അഞ്ചാമത്തേക്കും ക്രോസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഒരു നമ്പർ അല്ലെങ്കിൽ സോ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ എത്രത്തോളം ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കുന്നതാണ്. Then cumulative frequency distribution. Cumulative frequency distribution may be done in two types. So less than cumulative frequency distribution ഉണ്ട്, greater than അല്ലെങ്കിൽ more than type അല്ലെങ്കിൽ frequency distribution table ഉണ്ട്.
ലെസ് ദാൻ ക്യുമുലേറ്റീവ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ less than cumulative frequency of a given class interval is the sum of frequency of given class and the frequencies of all classes having class mark less than that of the given class. Okay, so ആ given ക്ലാസ്സിനെക്കാട്ടിലും താഴെ സോ അതിനകത്ത് നമുക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ ഇവിടെ തന്നെ നമ്മൾ രണ്ടും ഇതിൽ തന്നെ കാണിക്കുകയാണ്. എക്സാമ്പിൾ ക്ലാസ് ഇൻ്റർവൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 0 to 10, 10 to 20, 20 to 30, then 30 to 40, 40 to 50 ആയിരിക്കും ഫ്രീക്വൻസി. സോ ഇതിന് 7, 12, 25, then 14, 6 എന്നായിരിക്കും. സോ ഇവിടെ നമുക്ക് ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. ഇവിടെ അപ് ടു 10 വരെ 7 ആണ്. 20ക്ക് താഴെ എത്ര കിട്ടും? 7 + 12. ഇവിടെ 7ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19. ദെൻ അപ് ടു 30 എത്ര വരും? 44. ദെൻ അപ് ടു 40, 58, അപ് ടു 50, 64. സോ ഇതാണ് ലെസ് ദാൻ ടൈപ്പ്. ദെൻ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ഇവിടെ തന്നെ നമ്മൾ ആ ഒരു വാല്യൂ എടുത്തിട്ട് രണ്ടും അറ്റേ സ്ട്രെച്ച് നമ്മൾ ഒരു ഫിഗറായിട്ട് വരച്ച് കാണിച്ചു തരാം. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് of a given class interval is the sum of frequencies of the given class and the frequencies of all classes having class mark greater than that of the given class. So more than lower class boundary. So a less than type frequency ആണെങ്കിൽ നമ്മൾ upper class boundary, that means up to 10 ആണ്, then up to 20 ആണ്. So more than type അല്ലെങ്കിൽ greater than ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ്? 0ക്ക് മുകളിലേക്കുള്ള എത്ര വരും? ഇതാണ് ലോവർ ബൗണ്ടറി പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ലോവർ ബൗണ്ടറി പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതിനകത്ത് എത്ര വരും? 64, ദെൻ 57. 64ൽ നിന്ന് 7 കുറച്ചു, 57, then 19 കുറയ്ക്കുമ്പോഴത്തേക്കും 45, then 20, then 40ക്ക് മുകളിലേക്കുള്ള 6. (64, 57, then 12 കുറച്ചിട്ട് 45, then 25 കുറച്ച് 20, then 14 കുറച്ച് 6. ടോട്ടൽ 64. 0ക്കാണ് ലോവർ ക്ലാസ് ബൗണ്ടറി. 0 എടുത്തു, ദെൻ 10 7 കുറച്ചു, അങ്ങനെ 57, then 12, then 25, then 14 കുറച്ച് 6. ക്ലിയർ അല്ലേ? സോ ഇതാണ് ലെസ് ദാൻ ടൈപ്പും ഗ്രേറ്റർ ദാൻ ടൈപ്പ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? സോ ലെസ് ദാൻ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ അപ്പർ ബൗണ്ടറിയാണ് എടുക്കുന്നത്, അപ്പർ ക്ലാസ് ബൗണ്ടറിയാണ് എടുക്കുന്നത്, അപ്പർ ബൗണ്ടറി. ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ലോവർ ക്ലാസ് ബൗണ്ടറി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ദെൻ ഫ്രീക്വൻസി ഡെൻസിറ്റി. സോ ഫ്രീക്വൻസി ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നത്
change in frequency divided by class size. Change in frequency divided by class size. അല്ലെങ്കിൽ class interval. So change in frequency divided by class size ആണ് frequency density. So relative frequency formula class frequency divided by total frequency. Class frequency divided by total frequency. Class frequency divided by total frequency. Then graphical representation of frequency distribution. So നമുക്ക് ഒന്നുകിൽ consider the following ways. First one, histogram അല്ലെങ്കിൽ area diagram. Then frequency polygon, frequency curve, ogives or cumulative frequency graphs. First one, histogram. To draw a histogram, the class limits are first converted to corresponding class boundaries. The class boundary is taken to construct the graph, and the class length of each class intervals must be same. We can find out mod graphically by using, we can find out mod graphically by using histogram. If the classes are unequal and the width of intervals are different among the classes, then the height of the bar of each class would be proportional to frequency density of the class. Okay. Then frequency ഉണ്ട്. അതിനകത്ത് നമുക്ക് നോർമലി കിട്ടാവുന്ന ഒരു സംഭവം എന്താണ്, ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മോഡ്. Then frequency polygon. In order to draw a frequency polygon, we plot x. I1, 2, 3, nx denotes the mid value of its class interval and f corresponding to frequency of n number of class intervals. The plotted points are joined successively by line segment. Successively by line segment. So histogram ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാർസ് അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ഏരിയ ഡയഗ്രം നമ്മൾ ഓരോ കറസ്പോണ്ടിങ് ബാറാണ് വരയ്ക്കുന്നത്. ദെൻ അതിൻ്റെ ഏറ്റവും ഹയർ മോഡ് വരുന്നതിൻ്റെ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മോഡ്. ഓക്കെ, സോ മോഡ് ഗ്രാഫിക്കലി ഫണ്ട്. സോ ഫ്രീക്വൻസി പോളിഗണിൽ എന്താണ്, മിഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് എക്സ് ആക്സിസിൽ മിഡ് വാല്യൂവും വൈ ആക്സിസിൽ ഫ്രീക്വൻസിയും കറസ്പോണ്ടിങ് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട്, മിഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എങ്ങനെ ജോയിൻ ചെയ്യും, ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലോ, ശ്രദ്ധിക്കേണ്ടവൻ സക്സസീവ്ലി ലൈൻ സെഗ്മെന്റ് ആൻഡ് ദ ഫിഗർ സോ ഡ്രോൺ given the shapes of a polygon, a closed figure by joining two extremes end of the draw figure to additional point x0 0 and x plus 1 0. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, അത് എക്സ് ആക്സിസിലേക്ക് ജോയിൻ ചെയ്യും. സോ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ എന്താണ്, മിഡ് വാല്യൂസ് നമ്മൾ എടുക്കും. ഫ്രീക്വൻസി പോളിഗൺ. സോ മറ്റേത് ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ബാർസ് ആയിരുന്നു എടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, മിഡ് വാല്യൂസ് വെച്ചിട്ട് എക്സ് ആക്സിസിൽ എടുക്കും, വൈ ആക്സിസിൽ ഫ്രീക്വൻസി പോയിന്റ്സ് മാർക്ക് ചെയ്യും. ദെൻ ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്ത് അതെന്ത് ചെയ്യും, കണക്ട് ചെയ്യും. രണ്ട് എൻഡും എന്താണ്, എക്സ് ആക്സിലേക്ക് ജോയിൻ ചെയ്യും. Then frequency curve. Frequency curve is a smooth curve. സോ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി പോളിഗണുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ഫ്രീക്വൻസി കർവ് എന്താണ്, ഒരു സ്മൂത്ത് കർവാണ്. സ്മൂത്ത് കർവ് ഫോർ വിച്ച് ദ ടോട്ടൽ ഏരിയ ഈസ് ടേക്കൺ യൂണിറ്റി. സ്മൂത്ത് കർവ്. ഇറ്റ് ഈസ് എ ലിമിറ്റിംഗ് from a histogram or frequency polygon. Area under the curve is taken as unity. Frequency curve of a distribution can be obtained by drawing smooth and free hand curve through. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി പോളിഗണിൽ സ്ട്രൈറ്റ് ലൈൻസ് ആയിരുന്നു, ലൈൻ സെഗ്മെന്റ്സ് ആയിരുന്നു. ഇവിടെ എന്താണ്, ലൈൻ സെഗ്മെന്റ് വരയ്ക്കില്ല, പകരം എന്താണ്, സോ ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇത് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫിഗർ കൂടെ വരച്ചു.
ഹിസ്റ്റോഗ്രാം ആണെങ്കിൽ നമ്മളിങ്ങനെ ഈക്വലി ആയിട്ടുള്ള ഫിഗർ വരച്ച് പോകും. ദെൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ തൊട്ട് ഇങ്ങനെ വരുന്ന ഈ 2 പോയിൻറ്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇതിൽ നിന്നാണ് നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആ പോയിന്റ്. ദെൻ ഫ്രീക്വൻസി പോളിഗണിലേക്ക് വരികയാണെങ്കിൽ സോ എക്സ് ആക്സിസിൽ നമ്മൾ ഇത് എക്സ് ആക്സിസ്, എക്സ് ആക്സിൽ മിഡ് വാല്യൂസ് ഇവിടെ ഫ്രീക്വൻസി. ദെൻ കറസ്പോണ്ടിങ് മിഡ് വാല്യൂസിനെ ഇതായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഇതാണ് എന്ത് ഫ്രീക്വൻസി പോളിഗൺ. ദെൻ നെക്സ്റ്റ് വൺ ഫ്രീക്വൻസി കർവ് ആണെങ്കിൽ, സോ ഫ്രീക്വൻസി പോളിഗൺ പോലെ തന്നെ നമ്മൾ വരച്ചിട്ട് സ്മൂത്ത് കർവാണ് വരുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രീക്വൻസി കർവ്. ഇതേപോലെ പോളിഗൺ പോലെ തന്നെ നമ്മൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ദെൻ പോയിന്റ്, ഇങ്ങനെ സ്മൂത്ത് കർവ്. ഇവിടെ നമ്മൾ ആ ഒരു ഇതനുസരിച്ചിട്ട് എക്സ് ആക്സിസിലേക്ക് ജോയിൻ ചെയ്യും. സോ ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഫ്രീക്വൻസി curve. So frequency curves, different types of frequency curves. So ഇവിടെയാണ് വരുന്നത് different types of frequency curves. First one, bell shaped curve, then U shaped, J shaped, mixed. Bell shaped curve, first one. സോ ഇവിടെ എക്സ് ആക്സിസിൽ ക്ലാസ് ബൗണ്ടറി, ഫ്രീക്വൻസി ഡെൻസിറ്റിയാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഞാനെന്ത് വിളിക്കുന്നത്? ബെൽ ഷേപ്ഡ് കർവ്. In a bell-shaped curve, symmetrically curve, the class frequencies first rise steadily, gradually reaches the maximum value and then diminishing the same identical manner. That is, if a curve is folded symmetrically about a vertical line. So ഒരു vertical line വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതേപോലെ സിമെട്രിക് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന ഫോൾഡ് വരുന്നത്. സോ ഫസ്റ്റ് ഗ്രാജുവലി ഇൻക്രീസ്, ദെൻ ഒരു പോയിന്റിലെത്തിയിട്ട് അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നതാണ് എന്ത്? ബെൽ ഷേപ്ഡ് കർവ്. Corresponding maximum frequency to fold to coincide. It is a single smooth hump in the middle and tapers of gradually either end. This is the most commonly used distributions. The distribution of height, weight, mark, profit, etc. usually belongs to this category. Then next one, U-shaped. U-shaped. സോ ഇവിടെ നമ്മൾ ആണെങ്കിൽ ഇത് എക്സ് ആക്സിസിലെ ക്ലാസ് ബൗണ്ടറി, വൈ ആക്സിസിൽ ഫ്രീക്വൻസി ഡെൻസിറ്റിയാണ് യു ഷേപ്ഡ് കർവ്. ദെൻ യു ഷേപ്ഡ് മോസ്റ്റ് വാല്യൂസ് ആർ അസോസിയേറ്റഡ് വിത്ത് വാല്യൂസ് ഓഫ് വേരിയബിൾസ് അറ്റ് ദ എക്സ്ട്രീംസ്. ദാറ്റ് ഈസ് സ്മോളർ ആൻഡ് ലാർജർ വാല്യൂസ് വെയർ സ്മോളർ ഫ്രീക്വൻസീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ intermediate values. The central value having minimum frequency. For example, distribution of person in a city traveling in a bus between morning and evening. Peak hours will give a U-shaped curve. Now peak hours le U-shaped curve. Now peak hours varum pinne koranju varum, then again peak. Then next one, J-shaped curve. J-shaped curve. The distribution starts with the lowest frequency in the lower classes and then the frequencies increases steadily and the variable values increases. Finally, the maximum frequency is attained in the last class, thus exhibiting a peak at the extreme right end of the distribution. For example, the distribution of person traveling in a local bus.
with respect to time from morning hours 8 a.m. to peak traffic hours 10 a.m. will give rise to J-shaped distribution. So here obviously x-axis class boundary, y-axis frequency. J-shaped curve. Then last one, mixed curve. In such curve are obtained in a distribution whereas the total value of variables increases, the frequency increases, the frequency increases and decreases, then again increases and decreases in an irregular manner. Such distributions are rarely observed in practice and should be avoided as far as possible because they cannot be useful employed for the computation of various statistical measures and for statistical analysis. So ivideയും x-axis class boundary. So ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിക്സഡ് കർവ്. മിക്സഡ് കർവ്. ഓക്കെ അല്ലേ? Then Ogives and cumulative frequency graphs. By plotting cumulative frequency against respective class boundary, we get Ogives. The respective class boundary against cumulative frequency against respective class boundaries, we get Ogives. Less so, we already പഠിച്ചിട്ടുണ്ട്. Less than type ഉണ്ട്, class frequency less than type ഉണ്ട്, more than അല്ലെങ്കിൽ greater than type Ogives. Plotting less than types Ogives are obtained by taking less than cumulative frequencies vertical axis. And less than cumulative frequencies use ചെയ്ത് less than type Ogive വരയ്ക്കാം. More than type Ogives can be obtained by plotting cumulative frequency vertical axis. സ്മൂത്ത് കർവിലൂടെ ജോയിൻ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ലെസ് ദാൻ ടൈപ്പും ആൻഡ് ഗ്രേറ്റർ ദാൻ ടൈപ്പ് ഒജീവ്സ്. അത് നേരത്തെ ഫ്രീക്വൻസി ലെസ് ദാൻ ടൈപ്പും ഗ്രേറ്റർ ദാൻ ടൈപ്പും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നേരത്തെ വരച്ച ആ ഒരു ഇതിൽ വരച്ചു കഴിഞ്ഞാൽ ലെസ് ദാൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് 0 ക്ലാസ് ബൗണ്ടറി 10 20 30 ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് എന്ത് വരും ഇങ്ങനെ. സോ സ്മൂത്ത് അപ്പർ ക്ലാസ് ബൗണ്ടറീസ് x-axis അപ്പർ ക്ലാസ് ബൗണ്ടറി ആയിരിക്കും x-axis. ഗ്രേറ്റർ ദാൻ ഒജീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഇവിടെ നമ്മൾ ലോവർ ക്ലാസ് ബൗണ്ടറി നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തിനു യൂസ് ചെയ്യുന്നത്? ലെസ് ദാൻ ഒജീവിന്. ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തിനു യൂസ് ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ ഒജീവ്. സോ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 0 10 അങ്ങനെ പോയിട്ട് നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ നിന്ന് കുറഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കറക്റ്റ് എക്സാക്ട് വാല്യൂ എടുത്തില്ല, അതുകൊണ്ടാണ് ഒരു സ്മൂത്ത് കർവ് പോലെ വരുന്നത്. നമ്മൾ ജോയിൻ ചെയ്താണ് പറയുന്നത്. ഇതായിരിക്കും അതിൻ്റെ ഷേപ്പ് വരുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ലെസ് ദാൻ ഫ്രീക്വൻസി ടേബിളാണ് നമ്മൾ എന്തിന് ലെസ് ദാൻ ഒജീവിന് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി കർവ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ ഒജീവ് കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. Then statistical series refers to total those data which are represented some order or sequence. Statistical series can be classified in the following. Individual series. A series of individual observations is a series which items are listed individually. Then discrete series, when items are arranged in groups showing definite breaks from one point to another, then they are exactly measurable. Discrete series. Continuous series, when items are arranged in groups class but they are not exactly measurable in the form of they form a continuous series. Then exclusive series,
in exclusive series, the upper limit of class interval are excluded in the class itself. Exclusive classifications for continuous variable. Then inclusive series, discontinuous series. Inclusive series, both lower limit and upper limit of a class intervals are included in that class itself. Inclusive classification is applicable for discrete variable. Then open-end class. In a frequency distribution, the initial class interval is indeterminate and at its beginning and or the final. And open classes, class interval is indeterminate at its end. The distribution is said to be possess open-end classes. Open-end classes. Then class limit. Class limit. It is defined as the minimum value and maximum value of class intervals may be contained. Then, for example, in inclusive classification or non-overlapping, 10 to 11, 20 to 29, etc. 10 to 11. 10 is called the lower limit and 19 is called the upper class limit. Then class size, upper class boundary അല്ലെങ്കിൽ upper class limited minus lower class boundary അല്ലെങ്കിൽ class limit നമ്മൾ എന്ത് വിളിക്കുന്നത് class boundary. For example, in inclusive classification or overlapping, 10, 20, 20, 30, 20, 30 class are called lower class boundary. 10 is called lower class boundary and 20 is called upper class boundary. Then ഞാൻ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് conversion of inclusive into exclusive. So class limit is used for both continuous classification and inclusive and exclusive, but class boundary is only used for exclusive classification. So conversion of inclusive series. Now inclusive series അല്ലെങ്കിൽ inclusive ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ that means ഒന്നിൻ്റെ ഇവിടെ 10 to 19 then 20 to 29 ആണ്. സോ ഇതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ. അതിനെ എക്സ്ക്ലൂസീവ് ആക്കാനായിട്ട് ചെയ്യുന്നത് ലോവർ ക്ലാസ് ബൗണ്ടറി. സോ ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്. ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ, ദാറ്റ് മീൻസ് അപ്പർ ക്ലാസ് ബൗണ്ടറി കുറയ്ക്കുക, അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. നെക്സ്റ്റ് വൺ. സോ ഫസ്റ്റ് ലോവർ ക്ലാസ് ബൗണ്ടറി കണ്ടുപിടിക്കാനായിട്ട് ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കുറയ്ക്കുന്നു. അപ്പർ ക്ലാസ് ബൗണ്ടറിയിൽ കണ്ടുപിടിക്കാനായിട്ട് അപ്പർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കുറയ്ക്കുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു ലോവർ ലിമിറ്റ് ഓഫ് ദ സെക്കൻഡ് ക്ലാസ് മൈനസ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാസ് ബൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ ആ ഒരു കേസ് എടുത്താൽ 10 to 19, then 20 to 29, 30 to 39, 40 to 49. സോ ഇത് ഇൻക്ലൂസീവ് ആണ്. ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കാനായിട്ട് ചെയ്യുന്നതാണെന്ത്? സോ ഈ ക്ലാസ് ലിമിറ്റിനാണ്. സോ 9 ആണ് അവർ വരുന്നത്. ക്ലാസ് ലിമിറ്റിനെ നമ്മൾ എന്താക്കും? ക്ലാസ് ബൗണ്ടറി ആക്കി മാറ്റും. സോ ദാറ്റ് മീൻസ് ഇവിടെ നോക്കുക, അതായത് നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ് കണ്ടുപിടിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. സോ ദാറ്റ് മീൻസ് നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്നാൽ ലോവർ ക്ലാസ് ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്. ദാറ്റ് മീൻസ് ഇതെടുക്കുകയാണെങ്കിൽ 20 മൈനസ് 19, സോ 1 വരും. സോ 1നെ ഡിവൈഡ് ബൈ 2 എടുത്താൽ എന്നിട്ടും 0.5 കിട്ടും. സോ അത് എക്സ്ക്ലൂസീവ് ഇൻ്റർവൽ ആക്കാനായിട്ട് ലോവർ ലിമിറ്റിൽ നിന്ന് ലോവർ ക്ലാസ് ബൗണ്ടറിയിൽ നിന്ന് എന്ത് ചെയ്യും? ആ അഡ്ജസ്റ്റ്മെൻറ്റ് ദാറ്റ് മീൻസ് 0.5 കുറയ്ക്കും. എന്നിട്ടും 9.5 to 19.5. ഓക്കെ, അടുത്ത തന്നെ 20 എന്ന് പറയുമ്പോൾ 19.5 to 29.5. ഓക്കെ, 29.5 to 39.5, then 39.5 to 49.5. ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ലോവർ ക്ലാസ് ബൗണ്ടറിയിൽ നിന്നെല്ലാം നമ്മൾ എന്ത് കുറച്ചു? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കുറച്ചു. അപ്പർ ക്ലാസ്
ലിമിറ്റിൽ നിന്നല്ല എന്ത് കുറച്ചു, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ആഡ് ചെയ്തു. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടിയുണ്ടോ, എക്സാക്ട്ലി ക്ലാസ് ഇൻ്റർവൽ അല്ലെങ്കിൽ വിഡ്ത്ത് സെയിം ആയിട്ട് തന്നെ കിട്ടി. ബട്ട് എന്താണ് ഉണ്ടോ, ഇതിൻ്റെ അപ്പർ ക്ലാസ് ബൗണ്ടറിയും അടുത്ത ഇൻ്റർവെലിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറിയും എന്ത് ചെയ്യും, കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ്. സോ ഇതാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, ഇൻക്ലൂസീവ് സീരീസിനെ നമ്മൾ എന്താണ്, ഇൻക്ലൂസീവ് കണ്ടിന്യൂസ് സീരീസിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലോവർ ക്ലാസ് ലിമിറ്റിനെ ലോവർ ക്ലാസ് ബൗണ്ടറി ആക്കി മാറ്റും. അതിനായിട്ട് എന്താണ് കണ്ടുപിടിക്കുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. ദാറ്റ് മീൻസ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ലിമിറ്റും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ക്ലാസ് ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ ഡിവൈഡ് ബൈ 2. ഇവിടെ നമുക്ക് എത്ര കിട്ടി, എക്സാക്ട്ലി 0.5 കിട്ടി. ലോവർ ക്ലാസ് ലിമിറ്റിനെ എല്ലാം എന്ത് കുറച്ചു, 0.5 കുറച്ചു. അപ്പർ ക്ലാസ് ലിമിറ്റിൻ്റെ കൂടെ എല്ലാം എന്ത് ചെയ്തു, 0.5 ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ക്ലാസ് ബൗണ്ടറിയും അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ബൗണ്ടറിയും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, എങ്ങോട്ട് മാറ്റുന്ന, ഒരു ഇൻക്ലൂസീവ് ഇൻ്റർവൽ ഇൻക്ലൂസീവ് സീരീസിനെ എക്സ്ക്ലൂസീവ് സീരീസ് ആക്കി മാറ്റി. ദെൻ സോ നമുക്ക് ഒരുപാട് തവണ അല്ലെങ്കിൽ എക്സാമിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂ എന്നല്ല, നമ്മൾ നേരത്തെ ആ ഫിഗർ വരച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഡ് വാല്യൂ ഉണ്ടോ, നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് ഫ്രീക്വൻസി കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ടെല്ലാം നമ്മൾ മിഡ് വാല്യൂസ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഹിസ്റ്റോഗ്രാം ഒഴിച്ച് ബാക്കി എല്ലാ കേസിലും എന്താണ്, ഫ്രീക്വൻസി പോളിഗണിലും ഫ്രീക്വൻസി കർവിലും എല്ലാം നമ്മൾ മിഡ് വാല്യൂസ് ആയിരുന്നു എടുത്തിരുന്നത്. മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂ ഓർ ക്ലാസ് മാർക്ക് പല രീതിയിൽ വയ്ക്കാം. മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂ അല്ലെങ്കിൽ ക്ലാസ് മാർക്ക്, ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ലോവർ ക്ലാസ് ബൗണ്ടറി പ്ലസ് അപ്പർ ക്ലാസ് ബൗണ്ടറി ഡിവൈഡഡ് ബൈ 2. സോ ഇതാണ് നമുക്ക് എന്ത് തരുന്നത്, മിഡ് വാല്യൂ അല്ലെങ്കിൽ ക്ലാസ് മിഡ് വാല്യൂ ഓർ ക്ലാസ് മാർക്ക്, മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയാണ് നമ്മുടെ ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പിന്നെ എക്സാമിന് വെച്ച ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത തിയറി വെച്ചിട്ടാണ് പക്കാ തിയറി ചാപ്റ്റർ. നമുക്ക് എത്രത്തോളം ഈ ഒരു ചാപ്റ്റർ അറിയാമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാമെങ്കിൽ നമുക്ക് 5 മാർക്ക് മുതൽ 10 മാർക്ക് വരെയൊക്കെ. സോ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് രണ്ടും കൂടെ ചേർത്തിട്ട് 20 മാർക്സ് ആണ് നമുക്ക് എക്സാമിന് പറയുന്നത്, വെയിറ്റേജ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി ചാപ്റ്റർ അത്രത്തോളം ടൈം എടുക്കാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൻ്റെ മൊത്തത്തിൽ, തേർഡ് പേപ്പറിൻ്റെ മൊത്തത്തിൽ ടൈം മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡേറ്റ. ക്ലിയർ ആണോ? Then first question, mid values are also called. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. മിഡ് വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കും? മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂ, മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ്
മാർക്ക്. സോ എന്നിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂ ക്ലാസ് മാർക്കാണ് ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ ലോവർ ക്ലാസ് ബൗണ്ടറി പ്ലസ് അപ്പർ ക്ലാസ് ബൗണ്ടറി ഡിവൈഡഡ് ബൈ 2. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ. അത് തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസ് ലിമിറ്റ് പക്കാ തിയറി. ക്ലാസ് mid values അല്ലെങ്കിൽ mid point also called class mark. Answer C. Okay. Then next one. Which one of the following is not a two-dimensional figure? Not a two-dimensional question ശ്രദ്ധിക്കണം. Not a two-dimensional figure. Not a two-dimensional figure. ഏത് മാത്രമാണ്? ലൈൻ ഡയഗ്രാം മാത്രമാണ് ടു ഡയമെൻഷണൽ ഫിഗർ ആകാത്തത്. ലൈൻ ഡയഗ്രാം മാത്രമാണ് ടു ഡയമെൻഷണൽ ഫിഗർ ആകുന്നുണ്ട്. പൈ ഡയഗ്രാം ആണെങ്കിലും സ്ക്വയർ ഡയഗ്രാം ആണെങ്കിലും റെക്ടാങ്കിൾ ഡയഗ്രാം ആണെങ്കിലും ഒക്കെ എന്താണ് വൺ ഡയമെൻഷനിനെക്കാട്ടിലും എന്താണ് ഇതിനകത്ത് വരുന്നത് ലൈൻ ഡയഗ്രാം മാത്രമാണ് എന്ത് പറയുന്നത് വൺ ഡയമെൻഷനിൽ വരുന്നത്. Then less than type and more than type ogives meet at a point is known as less than type and more than type. രണ്ടും ജോയിൻ ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ വിളിക്കുന്നത് മീഡിയൻ. സോ ലെസ് ദാൻ ടൈപ്പ് ഓജീവും ഗ്രേറ്റർ ദാൻ ടൈപ്പും രണ്ടും കൂടെ വരച്ചിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയൻ. സോ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് ഡേ നമ്മൾ മീൻ മീഡിയൻ മോഡൊക്കെ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യും. സോ ലെസ് ദാൻ ടൈപ്പും ഓജീവും മോർ ദാൻ ടൈപ്പ് ഓജീവും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയൻ. ഓക്കെ. Then next one. Arrange dimensions of bar diagram. Dimensions of bar diagram, cube diagram, pie diagram in sequence. So ഇത്രയാണ് bar diagram. So bar diagram. Bar diagram one dimensional. Cube diagram 3-dimensional. Then pie diagram 2-dimensional. So that means 1, 3, 2. 1, 3, 2. And the answer choice A. 1, 3, 2. Choice A. Already നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്കാ തിയറി. Then with the help of histogram, one can find. So histogramമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോഗ്രാമിൽ നിന്ന് എന്താണ് ഹയസ്റ്റ് വരുന്ന രണ്ടത്തിൽ നിന്ന് ക്രോസ് വരച്ചിട്ട് ആ കറക്റ്റ് വരുന്ന പോയിന്റിൽ നമുക്ക് എന്താണ് ഹിസ്റ്റോഗ്രാമിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് മോഡാണ്. മോഡ് ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് മോഡാണ്. So nationality of a person is a discrete variable, then attribute, continuous variable, none. So nationality എന്താണ് ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണല്ലേ. സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ് പറഞ്ഞത്. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ വേരിയബിൾ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട് അല്ലേ. ആട്രിബ്യൂട്ട് അപ്പോൾ പക്ക നമ്മൾ ഡിസ്കസ് ചെയ്ത ആട്രിബ്യൂട്ടിൻ്റെയും വേരിയബിളിൻ്റെയും ഡെഫിനിഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ എത്രത്തോളം ടൈം നമുക്ക് വേണ്ടി വരും നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന തിയറി അറിയാമെങ്കിൽ നേരെ ആൻസർ. If we plot less than
and more than type frequency distribution, then the graph plotted is histogram, frequency curve, ogive, none of these. എന്താണ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഫ്രീക്വൻസി കർവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നമ്മൾ എടുക്കുന്നത്? ഒജീവ്സ്. നമ്മൾ ഓൾറെഡി ഫിഗർ വരച്ചായിരുന്നു. ഒജീവ്. സോ ലെസ് ദാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ലെസ് ദാൻ ഒജീവും, ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഗ്രേറ്റർ ദാൻ ഒജീവും അല്ലെങ്കിൽ മോർ ദാൻ ഒജീവും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. Then, eighth one, the primary rule that should be observed in classification: as far as possible, the class should be of equal width, the class should be exhaustive, the class should be unambiguously defined. Then which one of the following is correct? Which one of the following is correct? Classification exhaustive ആയിരിക്കണം, mutually exclusive, then unambiguous ആയിരിക്കണം. ഇതെല്ലാം കൂടെ വരുന്ന ഏത് ചോയ്സ് ആണ് വരുന്നത്? പോസിബിൾ ക്ലാസ് ഷുഡ് ബി ഈക്വൽ വിഡ്ത്ത് എന്ന് നമ്മൾ എവിടെയും പറഞ്ഞില്ല. എക്സോസ്റ്റീവ് ആയിരിക്കണം, അൺആംബിഗസ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ B, 2 and 3. 2 and 3 only. So one so as far as possible the class should be of equal width എന്നല്ല നമ്മൾ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം, മ്യൂച്വലി എക്സോസ്റ്റീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അൺആംബിഗസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്, മെയിൻലി പറയുന്നത്. അതുകൊണ്ട് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ 2 and 3 ആണ്. ഓക്കെ അല്ലേ? Then next one. Using Ogive curve, we can determine median, quartile, both A and B, none of these. വരും. മീഡിയനും കോർട്ടൈൽ. സോ കോർട്ടൈൽ നമുക്ക് ഇടയ്ക്കൊരു അതിൻ്റെ ബിറ്റ്വീൻ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ കോർട്ടൈൽസ്. സോ കോർട്ടൈൽസ് എല്ലാം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. മോഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം. സോ മോഡ് എവിടെ നിന്നാണ്? നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്തിൽ നിന്നാണ് നമുക്ക് മോഡ് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? ഹിസ്റ്റോഗ്രാം. The data obtained by the internet are സോ ഇൻ്റർനെറ്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഡേറ്റ എന്താണ്? പ്രൈമറി ഡേറ്റ ആണോ സെക്കൻഡറി ഡേറ്റ ആണോ? സോ പ്രൈമറി ഡേറ്റയിലെ കളക്ഷൻ ഓഫ് മെത്തേഡിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സോ ഇൻ്റർനെറ്റിൽ എടുക്കുന്ന എന്താണ്? ഒരു സെക്കൻഡറി ഡേറ്റ ആണ്. സെക്കൻഡറി ഡേറ്റ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. The statistical measure computed from the sample observations alone have been termed as estimate, parameter, statistic, attribute.
എന്ത് പറയാം നമുക്ക്? സ്റ്റാറ്റിസ്റ്റിക്. The next one. When two curves of ogives intersect, the point of intersection provide first quartile, second quartile, third quartile mode. So that means actually രണ്ട് ഇത് നമുക്ക് കിട്ടുന്നത് മീഡിയനാണ്. മീഡിയനാണ് കിട്ടുന്നത്. സോ ഇത് നമുക്ക് എന്തും പറയാം? വി ക്യാൻ സേ ദാറ്റ് സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയും. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്തുകൂടെ പറയാം? സെക്കൻഡ് ക്വാർട്ടൈൽ എന്നിവിടെ പറയാം. ആക്ച്വലി കിട്ടുന്ന എന്താണ്? മീഡിയനാണ്. സോ നമുക്ക് എന്തുകൂടെ പറയാം? സെക്കൻഡ് ക്വാർട്ടൈൽ എന്നൂടെ പറയാം. Then next one. Frequency density can be termed as frequency density can be termed as പറയാം ആൻസർ. ഫ്രീക്വൻസി ഡെൻസിറ്റി ആണ് ക്ലാസ് ഫ്രീക്വൻസി ടു ക്ലാസ് ലെങ്ത്. നമ്മൾ ഫ്രീക്വൻസി ഡെൻസിറ്റി ആ ഒരു ക്ലാസ്സിലെ ഡെൻസിറ്റി ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ക്ലാസ് ലെങ്ത്. ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ക്ലാസ് ലെങ്ത്. The chronological classification of data are classified on the basis of attributes, area, time, class interval. എന്തിൻ്റെ ബേസിസിലാണ്? ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോണോളജിക്കൽ എന്തിൻ്റെയാണ്? ടൈമിൻ്റെ ബേസിസിലാണ് അല്ലേ? ടൈമിൻ്റെ ബേസിസിലാണ്. therefore ആൻസർ ടൈം. The next one. Arrange the following dimension wise. ആൻസർ പറയാമോ? Arrange the following dimension wise. Pie diagram, bar diagram, cubic diagram. Pie diagram 2, bar diagram 1, cubic diagram 3. So 2, 1, 3. 2, 1, 3. Okay. Then next one. പ്രോബ്ലം എന്ന് പറയാവുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് ക്ലാസ് 2030 ഇൻ ദ ഫോളോയിങ് ഡേറ്റ. ഫ്രീക്വൻസി ഓഫ് ക്ലാസ് ഇൻ ദ 2030. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന നോക്കാം. ക്ലാസ് 10 to 20, 20 to 30, 'അത് മതി നമുക്ക്, എന്നാലൊന്ന് എടുത്തേക്കാം. 40 to 50. 20 to 30 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. 5, 13, 28, 34, then 38. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്ര വരും? ഫസ്റ്റ് ക്ലാസ്സിൽ 5 ആയിരിക്കും. ഇവിടെ ക്യുമുലേറ്റീവ് 13 വരണമെങ്കിൽ എത്ര വരണം? 8 കൂടെ വരണം. ദെൻ ക്യുമുലേറ്റീവ് 28 വരണമെങ്കിൽ ഈ 2030 എത്ര വരണം? 15 വരണം. ഇതല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 2030യുടെ ക്ലാസ് ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ആൻസർ സി, 15. 13 ആണോ? ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണം. 13 ആണോ?
സോ അടുത്തത് 28 6 ആണ് വരുന്നത്, 4. ഇവിടെ 13 എന്ന് പറഞ്ഞൊരു ഫിഗറേ വരുന്നില്ല. ക്ലിയർ അല്ലേ സഞ്ജന? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The graphical representation by which median is calculated is called Ogive, frequency curve, line diagram, histogram. സോ എന്തിൽ നിന്നാണ് മീഡിയൻ കിട്ടിയത്? നമുക്ക് മീഡിയൻ ഫൗണ്ട് ഔട്ട് ചെയ്യുന്നത് പറയാം ആൻസർ. Ogive curves. Ogive curves. Then, which of the following is not a two-dimensional diagram? Square diagram, line diagram, rectangular diagram, pie chart. എന്താണ് നേരത്തെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ലൈൻ ഡയഗ്രാം. ലൈൻ ഡയഗ്രാം. Then, from which graphical representation can we calculate portion values? ഇതിനകത്താണ് നമുക്ക് പോർഷൻ വാല്യൂസ് കിട്ടുന്നത്. ഒജീവ് കർവ്സ്. ഒജീവ് കർവ്സ്. Then next one, നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. Data given below refers to marks obtained by a group of students below 10. So below 10 means നമുക്ക് 0 to 10 എന്നെടുക്കാം. 15. Then below 20. Below 20. So 10 to 20 എന്നെടുക്കാം. 38. ആണ് ഇതൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടാണ് വരുന്നത്. Then below 30, that means 20 to 30. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 20 to 30, 65. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏത് ഇതാണ്? Getting more than 30. Okay. So 20 to 30, then 30 to 40, 84, 40 to 50, 100. So frequencies എത്ര വരും? 15, then 23, 27, then 84, 65 difference, 19, then 16. നമുക്ക് എന്താണ്? മോർ ദാൻ 30 ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് ഈ രണ്ട് ഇവിടുന്ന് 30 to 40, 19 വരും, 40 to 50. സോ മോർ ദാൻ 30 ആണ്. എത്ര? 19 plus 16, 19 plus 16 35. പക്ക നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതിൽ നിന്ന് ഫ്രീക്വൻസി, ദെൻ അതിൽ നിന്ന് ഒന്നുകിൽ ഏതെങ്കിലും ക്ലാസ് ഇൻ്റർവെല്ലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ലെസ് ദാനോ അല്ലെങ്കിൽ മോർ ദാനോ എന്ന രീതിയിൽ ചോദിക്കാം. നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 35. 35. The cost of sugar in a month under the head raw material, labor, direct production and others were 20, 12, so 12, 20, 35 and 23 units respectively. The difference between their central angles for the largest and smallest components of the cost of sugar is. So നമ്മൾ ഒരു പൈ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ ഡയഗ്രാം
ആംഗിൾസ് വരയ്ക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ 12 ആണ്. സോ നമ്മൾ ആദ്യം ടോട്ടൽ 12 പ്ലസ് 20 പ്ലസ് 35 23 8 90 ആണ് വരുന്നത്. സോ റോ മെറ്റീരിയൽ നമുക്ക് ആക്ച്വലി എടുക്കുമ്പോഴത്തേക്കും റോ മെറ്റീരിയൽ 12 divided by 90 into 360 degrees. 12 divided by 90 കിട്ടും 48. Then direct labor. So labor 20 divided by 90 into 360. 80 degrees വരും. Then direct production and other. Direct production 35 divided by 90 into 360. Right? 140 degrees. Then last one, others. 23 divided by 90 into 360. 90. 92. So നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആംഗിൾസ് ഫോർ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. സോ ലാർജസ്റ്റ് 140 ആണ്, സ്മോളസ്റ്റ് 48 ആണ്. സോ ഡിഫറൻസ് 140 മൈനസ് 48 92 ഡിഗ്രീസ്. ഇത് പൈ ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നുണ്ട്. സർക്കിൾ ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് ടോട്ടൽ 360 ഡിഗ്രി. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നു? ടോട്ടൽ കണ്ടുപിടിച്ചിരിക്കുന്നു. Then next one. What is an exclusive series? What is an exclusive series? The answer in which both upper and lower limits are not included in class frequency, in which lower limits not included in class frequency, in which upper limits not included in class frequency, none of the above. None of the above. Which upper limit is not included in the class frequency. So upper limit നമ്മൾ എന്ത് ചെയ്യും? 1.5 അല്ലെങ്കിൽ എന്താ ഡിഫറൻസ് നമ്മൾ കുറയ്ക്കും അല്ലേ? സോ അതുകൊണ്ട് അപ്പർ ലിമിറ്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്ലാസ് ഫ്രീക്വൻസി. ചോയ്സ് സി. ദെൻ നെക്സ്റ്റ് വൺ. For data on frequency distribution of weights 70, 73, 49, 57, etc. അങ്ങനെ വന്നിരിക്കുന്നു. If we assume class length as 5, then number of class intervals would be class length as 5, then number of class interval would be. So at home ഇത്രയായിരിക്കും ക്ലാസ് ഇൻ്റർവെൽ. സോ നമ്മൾ 5 എടുത്താൽ 40, 45 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 40, 45, 45, 50, 50, 55, 55, 60, 60, 65, 65, 70, 70, 75 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 7 class intervals. Number of class intervals will be 7. 7 class intervals possible. Then next one.
pie diagram is used to represent the following data source. The central angle in the pie diagram corresponds to income tax and wealth tax. So total 120 plus 180 120 plus 180 plus 240 plus 180 720 വരും. സോ നമുക്ക് വേണ്ടത് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിനാണെങ്കിൽ ഇൻകം ടാക്സിൽ 180 ഡിവൈഡഡ് ബൈ 720 ഇൻറ്റു 360. So customs 120, excise 180, income tax ഇത് വെൽത്ത് ടാക്സ് ആണല്ലേ, വെൽത്ത് ടാക്സ് ആണ്. ആ ഓർഡർ ഒന്ന് മാറിക്കിടക്കാണ്. കസ്റ്റംസിന് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, സോ വെൽത്ത് ടാക്സ് റേറ്റ് ചെയ്ത് എക്സാക്ട്ലി 90 വരും. ദെൻ ഇൻകം ടാക്സ് 240 ഡിവൈഡഡ് ബൈ എക്സാക്ട്ലി 120. സോ 90 120 വരുന്നത് ചോയ്സ് ബി. ചോയ്സ് ബി. Okay, then next one. Difference between maximum and minimum value of given class is called. ഇതാണ് മാക്സിമം മിനിമം നമ്മൾ ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് അല്ലേ? റേഞ്ച്. റേഞ്ച്. Then next one. If class interval is 10, 14, 14, 15, 19, 20, 40, then the first class is. Then the first class is. ഏതായിരിക്കും ആൻസർ? നമുക്ക് 10, 15, 9, 14. സോ ഒബിയസ്ലി നമുക്കറിയാം നമ്മൾ ക്ലാസ് ബൗണ്ടറി ആക്കി മാറ്റുകയാണ്. ഇൻക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാൻ, എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാനായിട്ടാണ്. സോ 14ഉം 15 നമ്മൾ ഡിഫറൻസ് 1 ആണ്. ഡിവൈഡ് ബൈ 2 എടുക്കും 0.5 കിട്ടും. സോ ലോവർ ക്ലാസ് ബൗണ്ടറി നമ്മൾ ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ 9.5 ആകും ക്ലാസ് ബൗണ്ടറി. അപ്പർ ക്ലാസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 14.5. Okay. So 9.5, 14.5. The difference between upper and lower limit of a class is called. Class interval. Then there were 20 employees in an office in which 50 are married. 50 were married. The total male employees were 60. 160 out of which 120 were married. What was the number of female unmarried employees? 200 employees ഉണ്ട്. അതിൽ 150 married ആണ്. 150 married ആണ്. So total employees were total male employees were 160 out of 120 were married. So 150 married ആണ്. So total 200ൽ 160 male ആണ്, 40 female ആയിരിക്കും. അപ്പോൾ so out of total employees 160 out of 120 married. So 120 males married ആണെങ്കിൽ obviously 30 female married ആയിരിക്കും. That means total 40 ആണ്. So remaining 10 ആയിരിക്കും unmarried. Remaining 10 unmarried. Okay അല്ലേ? Then next one. The less than ogive is a dash. Less than ogive
യു ഷേപ്ഡ് ആണോ, ജെ ഷേപ്ഡ് ആണോ, എസ് ഷേപ്ഡ് ആണോ, ബെൽ ഷേപ്ഡ് ആണോ? ലെസ് ദാൻ ഒജീവ് എന്തായിരിക്കും? എസ് ഷേപ്ഡ് ആയിരിക്കും. Then next one. The following data relates to the mark of a group of students. Mark a number of students more than 70%, 7. More than 60, 18. More than 50, 40. More than 40, more than 30, more than 20. How many students have got less than 50 marks? Less than 50 marks. So more than 20. That means നമുക്ക് എങ്ങനെ എഴുതാം? 20 to 30. 20 to 30. 100 minus 75. 21. More than 20. 100 ആണ്. 120 കൂടുതലുള്ളത്. So greater than പറഞ്ഞിരിക്കുകയാണ്. So 20 to 30. തൊട്ടടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25. So then 30 to 40 കിട്ടും. 75, 60. Difference 15. Then 40 to 50. 60, 40 difference 20. Then next one 50, 60. 50, 60. 14, 18, 22. Then 60, 70, 11. Then 70, 80 എന്ന് വേണമെങ്കിൽ എടുക്കാം. 7. നമുക്ക് ചോദിച്ചിരിക്കുന്നത് how many students have got mark less than 50. So less than 50. എത്ര എടുക്കുവാണെങ്കിൽ എത്ര വരും? 25, 15. 25, 15. Then plus 20, 30, 60. 60. Okay. Then next one. To draw histogram, the frequency distribution should be inclusive, exclusive, inclusive and exclusive type. None of this. എന്തായിരിക്കണം? Exclusive. അടുത്തടുത്ത് വന്നിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. എന്തായിരിക്കണം? എക്സ്ക്ലൂസീവ് ആയിരിക്കണം. Then next question. The most appropriate diagram to represent 5-year plan outlay of Indian different economic sector is? Histogram, line graph, frequency, polygon, pie diagram. Answer pie diagram. If the fluctuations in the observed value are very small as compared to size of item, it is represented by Z chart, Ogive curve, control chart. False baseline ആണ് വരേണ്ടത്. ആൻസർ വരുന്നത് false baseline. For constructing histogram, the class intervals of a frequency distribution must be equal, unequal, equal, equal of unequal, none of these. Equal or ആണത്. So എന്തായിരിക്കണം? Equal ആയിരിക്കണം. Then next one. 100 persons are classified into male, female and graduate, non-graduate classes. This data classification is cardinal data,
ordinal data, spatial and temporal data. So cardinal ആണോ ordinal ആണോ? Qualitative എന്താ പറയാം, ordinal data ആണ്. പക്കാ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്ത classification of data. If we draw perpendicular line on x-axis from the point of intersection of less than and more than cumulative frequency, then എന്താണ് വിളിക്കുന്നത്? Median. Histogram is used for presentation of the following type of series. Time series, continuous frequency distribution, discrete frequency distribution. So എന്താണ് continuous frequency distribution ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? Histogram. Then next one, curve obtained by joining the points of x whose x coordinate are the upper limits and of the class intervals and y coordinates are the corresponding cumulative frequency is called. എന്താണ്? Ogive. Then next one, the number of observations between 150 and 200 based on the following data. Alignment ഒന്നും അറിയാം. ആൻസർ പറയാം. Number of observations between 150 and 200 based on the following data. Hundred to 150 എത്ര വരും? 76ഉം 63 നമ്മൾ ഡിഫറൻസ് 13. Then 150 to 200, 63 minus 28 എത്ര വരും? 35 അല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? കിട്ടിയ ആൻസർ. Then next question, the number of accidents in 7 days in a locality is given below. What is number of cases when 4 or more accidents occurred? So 4 or more accidents. So ഇവിടെ നോക്കുകയാണെങ്കിൽ 4ന് കറസ്പോണ്ടിങ് 8, 9, 6 ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് എന്ത് ആഡ് എടുത്താൽ പറയാം? 8 plus 9 plus 6 plus 3, 26. ക്ലിയർ അല്ലേ? അത് 28 അല്ല 35 ആണ്. അത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ മോർ ദാൻ 100 ആണ്, മോർ ദാൻ 150. മോർ ദാൻ 176 എണ്ണമുണ്ട്, അതിൽ നിന്ന് 63 കുറച്ച് കറക്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലിലുള്ള കിട്ടും. അതാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. സോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബട്ട് ആ തന്നിരിക്കുന്നത് എന്താണ്, തന്നിരിക്കുന്ന ഫ്രീക്വൻസി എന്തിനെ ബേസ് ചെയ്താണ് എന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, the most common form of diagrammatic representation of a grouped frequency distribution is dash. Histogram. The next one, the classification of is of dash kind. എത്രയൊക്കെയാണ്? 4 kind അല്ലേ? ഇതൊക്കെയാണ്
chronological, geographical, cardinal, ordinal. Then pakka theory. Next one, the chart that is used for logarithm variable known as എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ratio chart. Then find the number of observations. Find the number of observations between 250 and 300 from the following data. ഒന്ന് ഓക്കെ ആൻസർ പറയാം. Find number of value more than 200, more than 250, more than 300. 250 and 300 ആണ് നമുക്ക് വേണ്ടത്. 250 and 300. 250 and 300 എത്ര വരും? So 38 minus 15 എടുത്താൽ പോരെ? വരയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. 38 minus 15, 23. 23. Then 46th one. Data collected on religion from the census report. എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി ഡേറ്റ. The next one, in collection of data, which one of the following interview method? Which one of the following is interview method? Personal interview method, telephonic interview method, published data, D, A and B. So എന്ത് വരും? അടുത്ത D, A and B ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി. D, A and B. The next one. For constructing histogram, the class interval of frequency distribution must be the following: equal, unequal, equal or unequal, none of these. That answer equal. Same question ഒന്നിൽ കൂടുതൽ തവണ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. Profits made by XYZ Bank, which is a blue chip company, in different years refers to an attribute, a discrete variable, continuous variable, none of this. So blue chip company is always increase ആണ് വരാൻ ചാൻസ്. സോ എന്ത് വരും? continuous variable. The next one, mode of representation of data. Textual representation, tabular, oral representation, both A and B. So represent ചെയ്യാനായിട്ട് എന്താ? textual ആകാം, tabular ആകാം. That means both A and B. Then if data represent cost spent on conducting an examination under various needs, the most suitable diagram will be pie diagram. The next one, frequency density response to class interval is the ratio of frequency density, class frequency to total frequency ആണോ, class frequency to class length ആണോ? So class frequency divided by class length അല്ലെങ്കിൽ class width ആണ് frequency density. Therefore choice B. The next one, the point of intersection of less than Ogive and greater than Ogive curve gives us. So പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, median. The next one, stub of a table is
left part of the table describing the column, right part of the table describing the column, right part of the table describing the rows. So stub എന്താണ്? Left part of the table describing the rows. അല്ലെ, ഹെഡിങ് ആണ്, റോ ഹെഡിങ് ആണ് വരുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ടേബിൾ ഡിസ്ക്രൈബിങ് റോ. സ്റ്റബ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പക്കാ തിയറി ക്വസ്റ്റ്യൻ. സ്റ്റബ് എന്താണ് പറയുന്നത്? Heading of rows. So that means left part, obviously left part. Then next one. Frequency, density, class frequency to class frequency to class length. Same question. So to discuss the same question. Frequency density is used in the construction of histogram, Ogive, frequency polygon, none of this. Frequency density, class interval, construction of histogram. Frequency density use ചെയ്യുന്ന histogram construction ആണ്. Then 57 question. Divide bar chart ആണ്. Is considered for comparing different components of variable, the relation between components to the table, A or B, A and B. So now comparing different components of the variable, relation of different components of table. That means both A and B. Divided bar chart, different components of variables, the relation of different components to table use ചെയ്യുന്നുണ്ട്. രണ്ടിനും both A and B or അല്ല A and B. The following frequency distribution is classified as എന്താണ് എക്സാക്ട് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. discrete distribution. Then histogram is useful to determine graphically the value of histogram. യൂസ് ചെയ്ത് നമുക്ക് എന്ത് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മോഡ്. ക്വസ്റ്റ്യൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിൽ മാത്രം മാറ്റം, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. Then data are said to be dash of investigator. Himself is responsible for collection of data. Data are said to be dash if the investigator himself. That means എന്തായിരിക്കും? data are said to be primary data. A suitable graph for representing the portion of total into subpart statistic is, obviously എന്തായിരിക്കും അങ്ങനെ പറയുന്നത്? pie chart ആയിരിക്കും. Then the number of times a particular item occurs in a class interval called, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? frequency. എത്ര തവണ occur ചെയ്യുന്നു അതിനെയാണ് എന്ത് വിളിക്കുന്നത്? frequency. An Ogive is graphical representation of cumulative frequency distribution, a frequency distribution, ungrouped data, none of this. ഇതായിരിക്കും Ogive എന്ന് പറഞ്ഞാൽ എന്താണ്? cumulative frequency distribution. ഒന്നുകിൽ ലെസ് ദാൻ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. Then next one. For the class cumulative frequency 2030 വരുമ്പോഴത്തേക്കും cumulative frequency എത്ര വരും? 6 4 plus 6 10 വരും, plus 20 30 എത്ര വരും? 30. 4 വരയ്ക്കുന്നില്ല. 4 plus 6 plus 20 equal to 30. 20 30 cumulative ആകുമ്പോഴത്തേക്ക് എത്ര വരും? 30. Which one of the following graph is suitable for cumulative frequency distribution? അതാണ് Ogive.
Histogram can be shown as ellipse, rectangle, hyperbola, circle. Histogram normally rectangle. Dash series is continuous, open-end, exclusive, closed, unequal, called exclusive. Ogive graph is used to find. Ogive എന്തിനു വേണ്ടിയാണ്? Median. Histogram is used for histogram എന്തിനാണ്? Mode. Histogram is used for finding mode. Then the graphical representation of cumulative frequency distribution is called dash. Graphical representation. Cumulative Ogive. The average of salaries in a factory is 47,000. The statement that the average salary is 47 is descriptive, statistic, inferential, detailed, undetailed. Inferential. The statistics cannot be deals with dash data. Statistics cannot be deal with qualitative data. Sweetness of a sweet dish is a dash. Sweetness of a sweet dish is an attribute. Then census report are used as a source of dash data. Secondary data. Secondary data. Then next one. Types of cumulative frequencies are type less than, greater than. Less than, greater than. So that means two types. You are an auditor of a firm and the firm earns a profit of 67,000. You stated to them that the annual profit is rupees 67,000. This is dash type of statistic. Inferential. The dash are used usually when we want to examine the relationship between two variables. Paragraph, line chart. Okay. When data are classified according to one criterion, then it is called dash classification. Quantitative, qualitative, simple classification. A bar chart is drawn for. Continuous data, nominal data, time series, comparing different components. Bar chart comparing different components. Then a tabular presentation can be used for continuous series, a tabular nominal data. A tabular presentation can be used for continuous series, terminal data, time series, and for primary data. So, in the nominal data in the use in a tabular presentation.
A variable with the qualitative characteristic is known as qualitative characteristic ആണെങ്കിൽ ഇനി എന്താ വിളിക്കുന്നത്? Attribute. The accuracy and consistency of data can be verified by accuracyയും കൺസിസ്റ്റൻസിയും വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതിൽ ഏത് വരും പറയാം? Accuracy, consistency, scrutiny. പക്ക നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി എന്ന് വന്നിരിക്കുന്നത്. From a histogram, one can compute the approximate value of, so n number of times ആണ് വന്നിരിക്കുന്നത്, n number of times ആണ്. One cannot compute standard deviation. So compute ചെയ്യാനായിട്ട് നമുക്ക് മോഡാണ്. ഒരിക്കലും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കൊരിക്കലും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. The left part of table providing description rows is called left part. Description of row. എന്താ വിളിക്കുന്നത്? Left part. Stub. Then the mode can be obtained from frequency polygon, histogram, Ogives, all of the above. Mode എന്തിലാണ്? Histogram. Then most of the commonly used distribution provide a. Most of the commonly used distribution provide. Most of the common bell shaped ആണ്. Already discuss ചെയ്താണ് bell shaped most commonly used. Which of the following is suitable for the graphical representation of a cumulative frequency distribution? Cumulative frequency distribution. Frequency polygon, histogram, Ogives, pie chart. So cumulative ആണ് വരുന്നതെങ്കിൽ obviously Ogive. Sweetness of a sweet dish എന്താണ്? Is an attribute. Dash means separating items according to similar characteristic, grouping them into various classes. Classification, editing, separation, tabulation. So the answer, classification. Means separation of item according to similar characteristic, grouping them into various classes. So in എന്ത് വിളിക്കുന്നത്? Classification. In graphical representation of data, ideographs are also called. Ideographs നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഗ്രാഫ്സിനെ വിളിക്കുന്നത് പിക്ടോഗ്രാഫ്സ് എന്നാണ്. പിക്ടോഗ്രാഫ്സ്, ഐഡിയോഗ്രാഫ്സ് നോട്ട് ചെയ്തേക്കാം. Ideographs are called pictographs. The next one, a graph that uses vertical bars to represent data is called. Line graph, scatter plot, vertical graphs, bar graph. Bar graph. In a graphical representation of data, the largest numerical value is 4. The smallest numerical value is 25. The class decide are 4. The class decide are 4. Then which class interval is? Largest numerical value is 4. If class decide 45 ആയിരിക്കും. 4 അത്രയും ലാർജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ 45 എടുക്കും. 4 വരാൻ ചാൻസ് ഇല്ല. 25. So then
എന്താണ് ലാർജസ്റ്റ് വാല്യൂ ക്ലാസ് എടുത്ത് എടുക്കാം. 45 മൈനസ് 25 ഡിവൈഡഡ് ബൈ 4. 20 by 4, 5. Number of class intervals. The frequency density of a class interval is the ratio of frequency of that class interval to the corresponding class length. Then next one. There are 200 employees in an office in which 50 were married, 150 married. So 200, 150 married ആണെങ്കിൽ 50 unmarried. Total employees 160, out of which male. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. 200 employees, male employee 160 ആണെങ്കിൽ female 40, out of 160 120 married ആണ്, 40 not married. So 120, then 30, exactly 10. നേരത്തെ ചെയ്ത പോലെ 10 employees ആണ് unmarried. Then data collected on religion from the census report എന്തായിരിക്കും? Secondary data. A study about the male and female students of commerce and science department of a college in 5 years. The following data were obtained. 95 question take. ക്വസ്റ്റ്യൻ വിട്ടേക്കാം നമുക്ക് പിന്നീട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്ഡ് ഇറ്റ്സ് students data in accordance with the different states. This arrangement of data is known as temporal data, geographical data, ordinal and cardinal. Different states, then geometrical data. Five students marks in 5 subject S1, S2, S3, S4, S5, 86, 79, 90, 88, 89. If need to draw a pie chart represent the mark, what will be the percentage? S3 ആണ് ചോദിച്ചിരിക്കുന്നത്. S3. So that means 1, 2, 3. 90 divided by total. എത്രയൊക്കെയാണ്? 86 plus 79 plus 90 plus 88 plus 89. 432 into degree. 360 degrees.
It is 75 degrees. Choice B. Choice B. Then next one. Ogive curves cannot be used to determine mean, median, mode, range. 99 question. Cannot be എന്നായിരിക്കാൻ വഴിയില്ല. Used to determine ആയിരിക്കും. ഇതായിരിക്കും median. So ഇത് വെച്ചിട്ട് more than 30 കണ്ടുപിടിക്കുക. Below 30, 65 ആണ്. Below 50, 100 ആണ്. So 100 minus 65 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. So that means 35 students. വരച്ച് സമയം കളയരുത്. ഇങ്ങനെയുള്ള കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എക്സാമിന് പോകുന്നത്. Next one. What are the frequency densities of the class interval? 30, 39, 40, 49, 50, 59. So 30ക്കും 39നും ഇടയ്ക്ക് വരുന്നത് 38, 1, 39, 2, 36, 3, again 36, 1, 2, 3. Then 33, 30, 32, 38, 35. That means 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8. 9. So 9 വന്നു. Then 40 to 49. നോക്കുവാണെങ്കിൽ 43, 48, 48, 45, 46, 43, 43, 43, 45, 46, 45. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. So 11. Then 50 to 59. 1, 2, 3, 4, 5, 6, 7. So frequency density ആണ് ചോദിച്ചിരിക്കുന്നത്. Frequency density so 39 divided by
32, 39, 10 വരും. 0.9, 11 divided by 10, 1.1, 7 divided by 10, 0.70. So അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇത് ഓർഡറിലല്ല, ബി ആണ് ചോയ്സിൽ വന്ന് വ്യത്യാസമായിരിക്കും. ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ക്ലാസിൻ്റെ ഫ്രീക്വൻസി ഡെൻസിറ്റി കിട്ടുന്ന ഇതാണ്. The next one, multiple axis line chart is considered when there are more one-time series and unit variable are different. Less than Ogive curve gives. Less than Ogive curve gives median. Data collected from a census report. Secondary data. Seedness attribute. Which of the following is not a way of presenting data? Tabular, textual, graphical, regression analysis. Obviously, regression analysis. Histogram can be drawn from class intervals equal, class intervals unequal, frequency class intervals, frequency of class intervals are equal, none. Class intervals are equal. Then next one. Which of the following does not form a characteristic in dividing the data? Number of auditors auditing accounts, number of files audited by auditor, number of files audited less than 6, less than 5, less than 10, files less than, moderate than, higher than. So now files less than, moderate than, higher than. എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫോമുലേറ്റ് ചെയ്യുന്നില്ല ഡേറ്റ ഡിവൈഡ് ചെയ്യാനായിട്ട്. Then next one. The cumulative frequency are plotted on axis, then which type of curve is formed? ഇതാണ് cumulative ആണെങ്കിൽ Ogive. Which one is a research data? Discrete and continuous, qualitative and quantitative, processed and unprocessed, organized and unorganized. Processed and unprocessed. Processed and unprocessed. The next one. The profitability of blue chip company is known as bell-shaped curve. Then, which one of the following is a source of primary data? Government record, research article, journals, questionnaire filled by enumerator, choice D. Then, which is the left part of the table providing description of rows? Step. The suitable formula for computing number of class intervals is. നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാവുന്നൊരു ഫോമുലയാണ്. പിന്നെ ഇനി ഇസ് ദ ടോട്ടൽ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി ആണെങ്കിൽ യൂസ് ചെയ്യാവുന്നൊരു ഫോമുലയാണ് 1 + 3.322 log n. 1 + 3.322 log n. ഓക്കെ, സോ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, യൂസ് ചെയ്യാവുന്നൊരു ഫോമുലയാണ്. ദെൻ Ogives for more than type and less than type distribution intersect at എവിടെയാണ്?
മീഡിയൻ. ക്ലിയർ ആണോ? സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ തിയറി, നമ്മൾ ഡേറ്റ എടുക്കുന്ന പോലെ ഡേറ്റ ക്ലാസിഫിക്കേഷൻ, ദെൻ സ്ക്രൂട്ടനൈസിങ്, പ്രസൻറ്റേഷൻ. സോ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഫ്രീക്വൻസി ഉണ്ട്, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ബാക്കിയെല്ലാം നമുക്ക് തിയറി ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നത്. ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം, ഒജീവ്സ് യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ഒട്ടും ടൈം എടുക്കാതെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 5 to 10 മാർക്സ് വരെ. സോ നമുക്ക് ഒബ്വിയസ്ലി ഒരു ആവറേജ് 5 മാർക്സ് 6 മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമുക്ക് ഈ പറയുന്ന വളരെ കുറച്ച് തിയറി, സോ ആ തിയറി നമുക്ക് ഈ പറയുന്ന ഇൻ്റർവെല്ലും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ യൂസ്ഫുൾ ആകുന്നതാണ്. ദെൻ അത് യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒജീവ്സ് വരെയുള്ളതാണ് കണ്ടുപിടിക്കുക. ഒജീവ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മീഡിയൻ യൂസ് ചെയ്യാൻ കണ്ടുപിടിക്കാനായിട്ടാണ്. ദെയർഫോർ നമ്മൾ കണ്ടോ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, ദെൻ ആ പ്രസൻറ്റേഷൻ, അതിൻ്റെ ബേസിസിലുള്ള കംപ്ലീറ്റ് തിയറി. ഓക്കെ നോട്ട്സ് ഷെയർ ചെയ്യാം, നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, എൻ്റെ തിയറി പ്ലസ് പ്രോബ്ലംസ് വരുന്നത്. പക്കാ ഒരു തിയറി ചാപ്റ്ററാണ്, ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയും തിയറി ഒന്ന് കറക്റ്റായിട്ട് നോക്കി പോവുക. 5 മാർക്ക് നമുക്ക് സൂപ്പറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.